Okay, friends, starting with our second chapter, that is Insolvency and Bankruptcy Code 2016. Okay, നമ്മൾ ആദ്യം എന്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? പ്രിവെൻഷൻ ഓഫ് ഒപ്രഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ് അല്ലേ? പ്രിവെൻഷൻ ഓഫ് ഒപ്രഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടുവേർഡ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഓഫ് കമ്പനീസ് ആക്ട്, ദാറ്റ് ഇസ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. ആദ്യം മനസ്സിലാക്കുക, മറ്റതൊക്കെ നമ്മൾ ആക്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് കോഡ് എന്ന് ചോദിക്കും. കോഡ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, അതായത് ദിസ് ഇസ് ആക്ച്വലി പ്രൊസീജിയർ അല്ലേ? ഒരു ഇൻസോൾവൻസിക്കുള്ള ഒരു പ്രൊസീജിയറാണ് ഇവിടെ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ പല പല പാർട്ടീസ് വരും. നോട്ട് ഓൺലി കോർപ്പറേറ്റ് പേഴ്സൺസ്, ബട്ട് അതിവിടെ ആരൊക്കെ വരും? ഈ പറയുന്നത് പോലെ തന്നെ സോൾ പ്രൊപ്രൈറ്റർ വരും. ഓക്കെ, അതേപോലെ തന്നെ ആര് വരും? പാർട്ട്ണർഷിപ്പ് വരും. അപ്പോൾ ഈ പറയുന്ന ഇൻസോൾവൻസി എന്ന് പറയുന്നത് ഞാനൊരു കണ്ടീഷനായിട്ട് പറയാം. ഇറ്റ്സ് എൻ സിറ്റുവേഷൻ അല്ലേ? നമുക്ക് എന്ത് പറയാം? ഇതിനൊരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. സിറ്റുവേഷൻ എന്നുള്ളത് എന്താ? നിങ്ങൾ ആക്ച്വലി മുന്നേ തന്നെ അറിയുന്ന കാര്യമായിരിക്കും അല്ലേ? അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലയബിലിറ്റീസ് ഡ്യൂ, അതായത് ഡ്യൂ ഡേറ്റിൽ നോക്കുന്ന സമയത്ത് ഡ്യൂ ഡേറ്റിൽ നോക്കുകയാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ലയബിലിറ്റീസ് അസറ്റിനേക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴാണോ ലയബിലിറ്റീസ് ഡ്യൂ ആവുന്നത് ആ സമയം ലയബിലിറ്റീസ് നമ്മുടെ അസറ്റ്സിനേക്കാളും കൂടുതലാണ്. അത്തരം രീതിയിലുള്ള ഒരു സിറ്റുവേഷനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻസോൾവൻസി എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ സമയത്ത് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കമ്പനി പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവസാനിപ്പിക്കും. വൈൻഡിങ് അപ്പും കാര്യങ്ങളൊക്കെ നടക്കും. ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് കുറച്ചും കൂടെ കമ്പനി വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ, നിങ്ങൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും, ലിക്വിഡേഷൻ ഈസ് ദ മോസ്റ്റ് അൺഅട്രാക്റ്റീവ് സ്ട്രാറ്റജി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്നത് പോലെ തന്നെ ജോലി പോകുന്നുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ, കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ജോലിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ്, ആ സിറ്റുവേഷൻസിനകത്ത് ആണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 ഈ പറയുന്നത് പോലെ തന്നെ വരുന്നത്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഓൾറെഡി കമ്പനിയെ അങ്ങനെ എന്ത് ചെയ്യാൻ വിടുന്നില്ല, മരിക്കാൻ വിടുന്നില്ല. ഓക്കെ, കമ്പനിക്ക് ഒരു വെന്റിലേറ്റർ വെച്ച് കൊടുക്കുന്നത് പോലെ നമ്മളൊരു പ്രോസസ്സ് റൺ ചെയ്യാണ്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് നത്തിങ് ബട്ട് CIRP പ്രോസസ്സ്. ഓക്കെ, CIRP പ്രോസസ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? വിളിക്കും. അപ്പോൾ ഈ CIRP പ്രോസസ്സ് ആർക്കൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു കമ്പനിയെ എടുക്കാം. സേ ഫോർ എക്സാമ്പിൾ ബൈജൂസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ നമുക്ക് എടുക്കാം അല്ലേ? ഈ ബൈജൂസ് എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബൈജൂസ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഏകദേശം ഒരു ഇൻസോൾവൻസി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് വിചാരിക്കുക. ബൈജൂസിനെ നമ്മൾ എന്ത് വിളിക്കും? കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്ന് വിളിക്കും അല്ലേ? ആൻഡ് ഓൾസോ ബൈജൂസിനെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ഉണ്ടായിരിക്കും ആൻഡ് ഓൾസോ ഓപ്പറേഷണൽ ക്രെഡിറ്റർ ഉണ്ടായിരിക്കും. വാട്ട് ഈസ് ഓപ്പറേഷണൽ ക്രെഡിറ്റർ എന്ന് ചോദിച്ചാൽ, ബൈജൂസിനെ സംബന്ധിച്ച് ബൈജൂസിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഈ പറയുന്ന ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പോ ആണ്. സോ ഓപ്പോ ഈസ് എ സപ്ലയർ. ഓക്കെ, ആൻഡ് ഓൾസോ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറയുന്ന സമയത്ത് സേ ഫോർ എക്സാമ്പിൾ ബൈജൂസ് SBI എന്ന് ലോൺ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് എ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ. അപ്പോൾ ഞാൻ പറയുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബൈജൂസ് ഇവർക്ക് പൈസ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്താണ് ഇവർ ഈ പറയുന്ന കാര്യം ആരെ അറിയിക്കും എന്ന് പറയുന്നത്. അതായത് ഇൻസോൾവൻസിയിൽ നിന്ന് ബൈജൂസിനെ രക്ഷിച്ചെടുക്കണം. ഏതർ ബൈജൂസിനെ നമുക്ക് എന്ത് ചെയ്യാം? റിവൈവ് ചെയ്ത് കൊണ്ടുവരാം. അതിന് നമ്മൾ CIRP പ്രോസസ്സ് ഈ പറയുന്നത് പോലെ തന്നെ കണ്ടക്ട് ചെയ്യും. ഇത് ഫെയിൽ അയച്ചാൽ കമ്പനി വിൽ ഗോ ഓൺ ടു വാട്ട്? ലിക്വിഡേഷൻ. ഒറ്റയടിക്ക് ലിക്വിഡേഷനിലോട്ട് പോവില്ല. പകരം എന്ത് ചെയ്യാണ്? അതിനൊരു രക്ഷപ്പെടാനായിട്ടുള്ളൊരു അവസരം കൊടുക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ CIRP പ്രോസസ്സ് എന്ന് എന്ത് ചെയ്യുന്നത്? അതിനെയാണ് നമ്മൾ CIRP പ്രോസസ്സ്, കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് എ ജിസ്റ്റ് ഓഫ് ദ സ്റ്റോറി. നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ആസ് ഇറ്റ് ഈസ് എ റിവിഷൻ, മൊത്തം ടോപ്പിക്സ് മൊത്തം കണ്ടിന്യൂസ് എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പെട്ടെന്ന് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കിക്ക് സ്റ്റാർട്ട് തരിക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ Insolvency and Bankruptcy Code 2016 was enacted to streamline and strengthen the insolvency resolution process in India. It replaces multiple overlapping laws. ഒരുപാട് പണ്ടത്തെ
ആക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിക്ക് ഇൻഡസ്ട്രീസ് ആക്ട്, അതേപോലെ തന്നെ സർഫേസി ആക്ട്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ആക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ എല്ലാത്തിനെയും കൂടി കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്രെഡിറ്റർ ഡ്രിവൺ റെസൊല്യൂഷൻ മെക്കാനിസം. ഇപ്പോൾ എൻറ്റിയർ ഫ്രെയിംവർക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, ഞാൻ അതിലോട്ടൊന്നും കവറപ്പ് ചെയ്യുന്നില്ല. അപ്ലിക്കബിലിറ്റി ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. എനിക്ക് പോകാനായിട്ടുള്ള എന്തിലോട്ടാണെന്ന് വെച്ചാൽ അപ്ലിക്കബിലിറ്റിയാണ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി IBCയുടെ അപ്ലിക്കേഷനിലോട്ടാണ് എന്ത് ചെയ്യാനായിട്ടുള്ളത്, പോകാനായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കുക, അതായത് എന്താണെന്ന് വെച്ചാൽ കമ്പനീസ് എൻറ്റിറ്റീസ് കവേർഡ് അണ്ടർ IBC എന്ന് പറയുന്ന സമയത്ത് കമ്പനീസ് രജിസ്റ്റർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്, അവർക്കെല്ലാവർക്കും ഈ പറയുന്ന IBC അപ്ലിക്കബിൾ ആവും. LLP, അതർ ബോഡി കോർപ്പറേറ്റ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, പാർട്ണർഷിപ്പ് ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ണർഷിപ്പ് ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽസിൻ്റെ കേസിനകത്ത് ഇതിനെ നമ്മൾ ബാങ്ക്രപ്സി എന്നാണ് വിളിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പേഴ്സണൽ ഗ്യാരണ്ടിയേഴ്സ് ടു കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ്, കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിന് ആരെങ്കിലും ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, ആ ഇഷ്യൂസിനകത്തും ഈ പറയുന്ന IBC അപ്ലിക്കബിൾ ആവും. പാർട്ണർഷിപ്പ് ആൻഡ് പ്രൊപ്രൈറ്റർഷിപ്പ് ഫേംസ്, ഇൻഡിവിജ്വൽസ് എക്സെപ്റ്റ് ദോസ് കവേർഡ് ഇൻ ക്ലോസ് 6. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എൻറ്റിറ്റീസ് എക്സ്ക്ലൂഡഡ് ഫ്രം IBC എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക. അതായത് എന്താണെന്ന് വെച്ചാൽ ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ് കമ്പനീസ്, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി, മ്യൂച്വൽ ഫണ്ട്സ്, പെൻഷൻ ഫണ്ട്സ്, കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം, ഇവരൊക്കെ ഈ പറയുന്ന IBCയിൽ നിന്നും എക്സ്ക്ലൂഡഡ് ആണ്. റീസൺ എന്താണെന്നറിയാം, ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ SEBI പോലെയുള്ള നല്ല അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് IBC അല്ലെങ്കിൽ ഈ പറയുന്ന IBBA, ദാറ്റ് ഇസ് ഇൻസോൾവൻസി ആൻഡ് ഈ പറയുന്ന IBBA എന്ന് പറയുന്ന അല്ലേ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ, ഇവരെന്ത് ചെയ്യേണ്ട, ഇൻ്റർഫിയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവരിതൊന്നും എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. ക്ലിയർ ആണ്, പോയിന്റ്സ് ഓക്കെ ആണെന്ന് എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. പക്ഷേ NBFCയുടെ കേസിനകത്ത് 500 crore ഓർ മോറുള്ള NBFCs ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് അപ്ലിക്കബിൾ ആണ്. ഇതിൻ്റെ അപ്ലിക്കബിലിറ്റിയുടെ കേസിനകത്ത് എന്ത് ചെയ്യും, വരും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത്. അത് ശ്രദ്ധിക്കണം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന സമയത്തും NBFC 500 crore ഓർ മോർ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ലിസ്റ്റിനകത്ത് വരും എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, സോ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പർപ്പസ് ഓഫ് IBC 2016. എക്സാമൊക്കെ എളുപ്പമാണെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണിത്. ഓക്കെ, നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. കൺസോളിഡേറ്റഡ് ലീഗൽ ഫ്രെയിംവർക്ക് എന്താണ്, കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഗൽ ഫ്രെയിംവർക്കാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള, അതായത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു എന്താണ്, യൂണിഫൈഡ് ആയിട്ടുള്ള, അതായത് എന്താ വെച്ചാൽ എല്ലാത്തിനെയും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ആക്ച്വലി ഒരു ഫ്രെയിംവർക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാൻഡിൽ റീഓർഗനൈസേഷൻ ആൻഡ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് പേഴ്സൺസ്, പാർട്ണർഷിപ്പ് ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. മറ്റെന്താണെന്ന് വെച്ചാൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. പലർക്കും പല രീതിയിലുള്ള ഒരു പ്രോസസ്സ് കാര്യങ്ങളൊക്കെയാണ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ യൂണിഫോമിറ്റി ഉണ്ടാവില്ല. സോ യൂണിഫോമിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഗൽ ഫ്രെയിംവർക്കാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, പണ്ടൊക്കെയാണ് ഈ ഒരു പ്രോസസ്സ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 5 years ഓക്കെ, ഒരു എസ്റ്റിമേറ്റ് ഒരു 5 വർഷമൊക്കെ ഇതിന് വേണ്ടിയിട്ട് പിടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മാക്സിമം ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 330 days അല്ലേ. ഈ പറയുന്നത് പോലെ തന്നെ CIRP പ്രോസസ്സ് എന്ന് പറയുന്നത് 330 days ആണ് മാക്സിമം. അതായത് വൺസ് NCLT സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ മാക്സിമം 330 days-ൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, പ്രോസസ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം. പെട്ടെന്ന് പരിപാടികളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നടക്കും. മറ്റതെന്താണെന്ന് വെച്ചാൽ ബിസിനസ് ഒരു ഡെഡ് എൻഡ് ആയിട്ട്, അതായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ബിസിനസ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കി ടൈം ബൗണ്ട് റെസൊല്യൂഷൻ ആരും ഉറപ്പുവരുത്തുന്നുണ്ട്, IBC ഉറപ്പുവരുത്തുന്നുണ്ട്. ദിസ് പ്രോസസ് ഈസ് സ്ട്രിക്ട്ലി ഗവേൺഡ് ബൈ ടൈം ലൈൻസ് ടു പ്രിവെന്റ് ദ എറോഷൻ ഓഫ് അസറ്റ് വാല്യൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുകയും ചിലപ്പോൾ ഈ പറയുന്ന അല്ലെ കമ്പനിയുടെ അസറ്റ്സിൻ്റെ ഒക്കെ വാല്യൂ നഷ്ടപ്പെടും. കുറേ നാളൊക്കെ യൂസ് ചെയ്യാതൊക്കെ ഇരുന്ന് അസറ്റിൻ്റെ വാല്യൂ നഷ്ടപ്പെടും. റാപ്പിഡ് റെസൊല്യൂഷൻ എൻഷൂർസ് ദാറ്റ് എക്കണോമിക് ലൈഫ് ഓഫ് എ ബിസിനസ് ഈസ് പ്രിസർവ്ഡ് ഫോർ ലിക്വിഡേറ്റഡ് എഫിഷ്യൻ്റ്ലി. അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വൈൻഡിങ് അപ്പ് ആയിക്കോട്ടെ, കമ്പനി വൈൻഡ് അപ്പ് ആവുകയാണെന്ന് വിചാരിക്കുക, എന്നാൽ പോലും അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു 330 days-ൻ്റെ ഉള്ളിലൊക്കെ കാര്യങ്ങൾ നടന്നു വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് അത്യാവശ്യം മറ്റേ കുറേ ലാഗ് അടുപ്പിച്ച് വിൽക്കുന്നതിനേക്കാൾ ഒരു വാല്യൂ ഉണ്ടാവും. മാക്സിമൈസേഷൻ ഓഫ് അസറ്റ് വാല്യൂ ബൈ എൻഷുറിംഗ് ക്വിക്ക് ടേൺ അറൗണ്ട്. ഓക്കെ, നിങ്ങൾക്ക് SM പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അത് ദർ ഇസ് എ കോൺസെപ്റ്റ് ദാറ്റ് ഇസ് നോൺ ആസ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. ഓക്കെ, ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിട്രഞ്ച്മെൻറ്റ് സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണ്. അതായത് നേരെ നമ്മുടെ ഗ്രോത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ട്രാറ്റജിയാണ് റിട്രഞ്ച്മെൻറ്റ്. കമ്പനി ഒരു മോശം സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പനിയുടെ ഓപ്പറേഷൻസ് ഈ പറയുന്നത് പോലെ തന്നെ റെഡ്യൂസ് ചെയ്യാം. ഇതിനകത്ത് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസറ്റിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. കോഡ് എയിംസ് ടു എക്സ്ട്രാക്ട് ദ ഹയസ്റ്റ് പോസിബിൾ വാല്യൂ ഫ്രം ഡെപ്റ്റേഴ്സ് അസറ്റ്സ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കും, നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കും. ഈ പറയുന്ന CIRP നടന്നിട്ടില്ലെങ്കിൽ
നമ്മൾ ലിക്വിഡേഷനിലോട്ട് പോകും. ലിക്വിഡേഷനിലോട്ട് പോകുന്ന സമയത്ത് ഒരു ലിക്വിഡേഷൻ എസ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ലിക്വിഡേഷൻ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ പ്രോപ്പർട്ടീസ് ആണ്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം ലിക്വിഡേറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും, വിൽക്കും. ലിക്വിഡേറ്റർ എന്ന് പറയുന്ന വ്യക്തി വിറ്റിട്ട് എന്ത് ചെയ്യും, ഇത് ഈ പറയുന്ന കമ്പനിയുടെ ക്ലെയിംസ് കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നിട്ട് നമുക്ക് അസറ്റിൻ്റെ വാല്യൂ, നല്ല രീതിയിലുള്ള വാല്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇറ്റ്സ് പ്രൊമോട്ടിംഗ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്. മറ്റെന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേടിയാണ്, ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈവൻ ദോ ഒരു കമ്പനി ഫെയിലായി, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, നെക്സ്റ്റ് അടുത്ത ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും, റാദർ ദാൻ ബീങ് ട്രാപ്ഡ് ഇൻ എൻഡ്ലെസ് ലിറ്റിഗേഷൻ. പണ്ട് നമ്മൾ ചുവപ്പ് നാടാന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, കുറേ കാലം ഈ ഫയൽസൊക്കെ അവിടെ കുടുങ്ങി കിടക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ്. ബാലൻസ്ഡ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ദി കോർട്ട് സീക്സ് ടു ബാലൻസ് ദ റൈറ്റ്സ് ഓഫ് ഓൾ പാർട്ടീസ് ഇൻവോൾവ്, ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, എംപ്ലോയീസ്. നോട്ടബിളി ഇറ്റ് അലോസ് ഫോർ ആൻ ഓൾട്ടറേഷൻ ഇൻ ദ പ്രയോറിറ്റി ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് യൂസ് ടു പ്രയോറിറ്റൈസ് ദ റിവൈവൽ ഓഫ് ദി എൻറ്റിറ്റി. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ലിക്വിഡേഷൻ നടത്തുന്ന സമയത്ത് ദർ ഇസ് എൻ ഓർഡർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി പ്രൊസീഡ്സ്. ഓക്കെ, അതായത് ആദ്യം ഇന്നാൾക്ക് കൊടുക്കുക, ആദ്യം നമ്മൾ ഈ പറയുന്ന പോലെ ലിക്വിഡേറ്ററിൻ്റെ എക്സ്പെൻസ് കൊടുക്കും, പിന്നെ റെമ്യൂണറേഷൻ കൊടുക്കും, പിന്നെ സെക്യൂർഡ് ആയിട്ടുള്ള ഈ പറയുന്നത് പോലെ തന്നെ എന്താ പറയുക ഡെപ്റ്റിലോട്ട് വരും, ഗവൺമെൻറ് അത് എംപ്ലോയി ഡ്യൂസ് കൊടുക്കും. അപ്പം അങ്ങനെ ഒരു എന്തുണ്ട്, ഒരു ഈ പറയുന്ന ഓർഡർ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എൻഹാൻസ്ഡ് ക്രെഡിറ്റ് അവൈലബിലിറ്റി ബൈ പ്രൊവൈഡിംഗ് എ ക്ലിയർ ആൻഡ് റിലയബിൾ റിക്കവറി മെക്കാനിസം ഫോർ ലെൻഡേഴ്സ്. ഇറ്റ് പ്രൊമോട്ട്സ് എ ഹെൽത്തി ക്രെഡിറ്റ് മാർക്കറ്റ് ആൻഡ് ഇൻക്രീസസ് അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മറ്റത് ഒരു കമ്പനി മുങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, ബാങ്കുകളൊന്നും കമ്പനിക്ക് പൈസ കൊടുക്കാൻ വേണ്ടി റെഡി ആവില്ല. പക്ഷേ ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിൽ ഗ്യാരണ്ടി കൊടുക്കാനായിട്ടുള്ള ആളുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും, ക്രെഡിറ്റ് അവൈലബിലിറ്റി നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും. റെഗുലേറ്ററി ഓവർസൈറ്റ് RBI, ഈ പറയുന്നത് IBBI, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ, ഈ പറയുന്നത് പോലെ തന്നെ റെഗുലേറ്ററി ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റെഗുലേറ്ററി മെക്കാനിസം IBC ഈസ് ആക്ച്വലി റിവോൾവിംഗ് അറൌണ്ട് 5 കീ പില്ലേഴ്സ്. ഒന്ന് IBBI, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ, ദേ ആർ ദ അതോറിറ്റി. പിന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരാണ്. കോർപ്പറേറ്റിനെ സംബന്ധിച്ച് NCLT, ഇൻഡിവിജ്വൽസ് ആൻഡ് ഫേംസിനെ സംബന്ധിച്ച്, പാർട്ണർഷിപ്പ് ഫേംസിനെ സംബന്ധിച്ച് DRT, ദാറ്റ് ഇസ് ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ. പിന്നെ അതേപോലെ തന്നെ IPA, ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് ഉണ്ടായിരിക്കും. രജിസ്റ്റർ ആൻഡ് റെഗുലേറ്റ്സ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. ഇൻസോൾവൻസി പ്രൊഫഷണൽസ് മീൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെപ്പോലെ, അതായത് ഒരു IBBI നടത്തുന്ന ഒരു എക്സാം ഉണ്ട്, ഇത് ക്വാളിഫൈ ചെയ്യുന്ന പ്രൊഫഷണൽസാണ് ഇതായിട്ട് മാറുന്നത്. ഇൻസോൾവൻസി പ്രൊഫഷണൽസ് മാനേജ് ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് ആൻഡ് റെസൊല്യൂഷൻ പ്രോസസ്. ഇൻഫർമേഷൻ യൂട്ടിലിറ്റി ഈസ് നത്തിങ് ബട്ട് എ ഡാറ്റാ ബേസ് ആണ്. അതായത് ഈ പറയുന്നത് പോലെ തന്നെ ഇൻഫർമേഷൻ ഓഫ് ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ് ഒക്കെ ക്വിക്ക് റെസൊല്യൂഷന് വേണ്ടിയിട്ട് ഡാറ്റാ ബേസ് പോലെ സൂക്ഷിക്കുന്ന സംഭവമാണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഇൻസോൾവൻസി വേഴ്സസ് ബാങ്ക്രപ്സി വേഴ്സസ് ലിക്വിഡേഷൻ, മൂന്ന് കാര്യങ്ങളും പല ആൾക്കാരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇൻസോൾവൻസി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. നമ്മൾ വിളിക്കും ഫിനാൻഷ്യൽ ഡിസ്ട്രസ് എന്ന് വിളിക്കും. അതായത് നമ്മുടെ ഈ പറയുന്ന ലയബിലിറ്റി ഡ്യൂ ടൈമിൽ നമ്മുടെ അസറ്റ്സിനേക്കാളും കൂടുതൽ നമ്മുടെ ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് എന്ത് വിളിക്കും, ഇൻസോൾവൻസി എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റും. പക്ഷേ ഇൻസോൾവൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ, ചികിത്സ ഇല്ലാത്ത ഒരു അസുഖമൊന്നുമല്ല. ഇൻസോൾവൻസി നമുക്ക് കറക്റ്റായിട്ട് ചികിത്സിക്കാൻ പറ്റും, റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇഫ് അൺട്രീറ്റഡ് ഇൻസോൾവൻസി റിലേറ്റഡ് ടു ബാങ്ക്രപ്സി ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ലിക്വിഡേഷൻ ഫോർ കമ്പനീസിന് എന്ത് ചെയ്യും, ലിക്വിഡേഷനിലോട്ട് പോകും എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അപ്ലിക്കബിലിറ്റി ഓഫ് ദിസ് കോഡ് ടു ഫിനാൻസ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കേസിനകത്ത് ശ്രദ്ധിക്കുക. സെൻട്രൽ ഗവൺമെൻറ് ത്രൂ നോട്ടിഫിക്കേഷൻ ഹാസ് സ്പെസിഫൈഡ് ദാറ്റ് IBC ഷാൾ ബി അപ്ലിക്കബിൾ ടു NBFCs ഇൻക്ലൂഡിംഗ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്. ചിലപ്പം MCQലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. വിത്ത് ആൻ അസറ്റ് സൈസ് ഓഫ് മോർ ദാൻ ഓർ ഈക്വൽ ടു 500 crore ആസ് പെർ ദ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ NBFCക്ക് അപ്ലിക്കബിൾ ആവും, ഇൻക്ലൂഡിംഗ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്, ഇഫ് ദെയർ അസറ്റ് സൈസ് ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 500 crores. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, മിനിമം എത്ര ഈ പറയുന്നത് പോലെ തന്നെ ഇതുണ്ടാവണം, 1 crore മിനിമം എമൗണ്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ CIRP പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ CIRP പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, സംസാരിക്കാനായിട്ടുണ്ട്. അപ്പോൾ CIRP എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സാണ്. ഇത് എവിടെ നടക്കുന്നത്, വെൻ ഡെപ്റ്റർ കമ്മിറ്റ്സ് ഡിഫോൾട്ട്. ഓക്കെ, ഈ പറയുന്നത് പോലെ തന്നെ പ്രോസസ് ഓഫ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സിൽ പല ആൾക്കാരുടെയും, അതായത് എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റർ എങ്ങനെയാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ഓക്കെ, അതായത് ഓപ്പറേഷണൽ ക്രെഡിറ്റർ, ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എങ്ങനെയാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഹൂ ക്യാൻ ഇനീഷ്യേറ്റ് IRP ആസ് പെർ സെക്ഷൻ 6 ഓഫ് IBC. CIRP ക്യാൻ ബി ആസ് പെർ, ഈ പറയുന്നത് പോലെ തന്നെ ആർക്കൊക്കെ ഇനീഷ്യേറ്റ്
ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ള പോയിന്റ് സംസാരിക്കാനായിട്ടുണ്ട്. ഇവിടെ ആർക്കൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്ക് പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈജൂസിൻ്റെ കേസിനകത്താണെങ്കിൽ SBIക്ക് പറ്റും, ഓപ്പറേഷണൽ ക്രെഡിറ്റർക്ക് പറ്റും, BCCIക്ക് പറ്റും. സോറി BCCI ഈസ് എ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ. BCCIക്ക് ഇവർ പറയുന്ന സ്പോൺസർഷിപ്പ് സർവീസ് എന്നുള്ള രീതിയിലൊക്കെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ടുണ്ട്, കൊടുക്കാനായിട്ടുണ്ട്. ഓപ്പറേഷണൽ ക്രെഡിറ്റർ നമുക്ക് ഓപ്പോനും പറ്റും, കോർപ്പറേറ്റ് ഡെപ്റ്റർ ബൈജൂസിനും പറ്റും. ബൈജൂസിന് തന്നെ മനസ്സിലായി നിൽക്കക്കള്ളിയില്ല, എന്തായാലും നമ്മൾ ഇത് പറയുന്ന പോലെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും തോന്നിച്ചാൽ ബൈജൂസിനും എന്ത് ചെയ്യാം, CIRP പ്രോസസ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആർക്കൊക്കെയാണ് ഈ പറയുന്ന CIRP പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് അണ്ടർഗോയിങ് CIRP. ഓക്കെ, അതായത് ഓൾറെഡി CIRP റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേറ്റ് ഡെപ്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് പറയുന്ന പോയിന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓൾറെഡി അവർ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ദർ വിൽ ബി സർട്ടൻ റെസൊല്യൂഷൻ പ്ലാൻ ആൻഡ് ഓൾ. ഓക്കെ, റെസൊല്യൂഷൻ പ്ലാൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് അവർക്ക് ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അവർക്ക് തിരിച്ചു വരാൻ പറ്റുക, അതിന് വേണ്ടിയിട്ട് നടത്തുന്ന ചില അറ്റംപ്റ്റിനെയാണ് റെസൊല്യൂഷൻ പ്ലാൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു റെസൊല്യൂഷൻ പ്ലാൻ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ പറയുകയാണ് ഞങ്ങൾ പിന്നെയും എന്തിനു വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദാറ്റ് ഈസ് ഫൗൾ, ശരിയല്ല. സോ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് അണ്ടർഗോയിങ് CIRP, ദേ ആർ ഡിസ്ക്വാളിഫൈഡ്. കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് ഹു കംപ്ലീറ്റഡ് CIRP വിത്തിൻ അറ്റ്ലീസ്റ്റ് 12 months. ഓക്കെ, അതായത് 12 months ബിഫോർ അവരുടെ എന്ത് കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ, CIRP പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ. എടാ, എന്തെങ്കിലും ഒരു മരുന്നാണെങ്കിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്തു വെച്ചാൽ വലിക്കാൻ കുറച്ച് സമയം കൊടുക്കട്ടെ. ആ സമയം കൊടുക്കാതെ പിന്നെയും അവർ തിടുക്കം കൂട്ടിയിട്ട് പിന്നെയും ഇത് ഈ CIRP പ്രോസസ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലേ, പിന്നെ അതേപോലെ തന്നെ 12 months, ഓക്കെ, വിത്തിൻ ദ ലാസ്റ്റ് 12 months കംപ്ലീറ്റ് ചെയ്തുള്ള ആൾക്കാർ. കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് ഓർ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഹു വയലേറ്റഡ് ആൻഡ് അപ്രൂവ്ഡ് റെസൊല്യൂഷൻ പ്ലാൻ വിത്തിൻ ലാസ്റ്റ് 1 month. ഓക്കെ, ആ ലാസ്റ്റ് 12 months ആണ്. അവർക്കും ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, അവർക്കും ഈ പറയുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് വൺസ് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ആർക്ക് അപ്ലൈ ചെയ്യാം, NCLTക്കാണ് അപ്ലൈ ചെയ്യാം അല്ലേ. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന് വേണ്ടിയിട്ട് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനാണ് അപ്ലൈ ചെയ്യുക. ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും, ഒരു ഈ പറയുന്ന പോലെ RPനെ അപ്പോയിൻറ്റ് ചെയ്യും. അതായത് അത് നമ്മൾ സക്സസീവായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. IRP, RP ഒക്കെ ഉണ്ട്. സോ NCLT അല്ല, ക്രെഡിറ്റേഴ്സ് ആണ് ഈ പറയുന്നത് പോലെ തന്നെ ആരെ അപ്പോയിൻറ്റ് ചെയ്യാം, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ് റെസൊല്യൂഷൻ പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അവർ ഈ പറയുന്ന കമ്പനിക്ക് ബൗൺസ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എന്ത് ചെയ്യും, ഈ പറയുന്നത് പോലെ തന്നെ സൊല്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ഈ പറയുന്നത് പോലെ തന്നെ റെസൊല്യൂഷൻ പ്ലാൻ എന്ന് വിളിക്കും. ആ റെസൊല്യൂഷൻ പ്ലാൻ അംഗീകരിച്ചിട്ടില്ല. ആരംഗീകരിച്ചിട്ടില്ല? കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് ഓർ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് അത് അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ, സെറ്റ് അല്ലേ? ഓക്കെ, ലാസ്റ്റ് പോയിന്റ് കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് ഫോർ ഹിം ദ ലിക്വിഡേഷൻ ഓർഡർ ഹാസ് ബീൻ പാസ്ഡ്. എന്തായാലും രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ലിക്വിഡേഷൻ ഓർഡർ പാസ് ചെയ്തിട്ടുണ്ടാവുക. സോ അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, CIRP ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു പോയിന്റും കൊണ്ടുണ്ട്, അതായത് എന്താണെന്ന് വെച്ചാൽ ഈ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഡെപ്റ്റർ ഓൾറെഡി പ്രീ പാക്കേജ്ഡ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോഗ്രാം, ഓക്കെ, PPARP, ഇത് അണ്ടർഗോ ചെയ്യാമെന്ന് വിചാരിക്കുക. 2021 വന്നിട്ടുള്ള സാധനമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന CIRP ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യുവർ എക്സാംസ്. ഓക്കെ, ഫൈൻ. പേഴ്സൺസ് ഹു കനോട്ട് ബി റെസൊല്യൂഷൻസ് അപ്ലിക്കൻറ്റ്സ്, ആർക്കൊക്കെയാണ് റെസൊല്യൂഷൻ അപ്ലിക്കൻറ്റ് ആവാൻ ഈ പറയുന്നത് പോലെ തന്നെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. എവ്രി പേഴ്സൺ ഈസ് എലിജിബിൾ എക്സെപ്റ്റ് ദ ഫോളോയിങ് പേഴ്സൺ: അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്. ഓക്കെ, എന്താണ് അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്? അൺഡിസ്ചാർജ് ഇൻസോൾവെൻറ്റ് എന്ന് പറയുന്നത് എന്താ? 2 പോയിന്റ് ഉണ്ട്. ഇൻസോൾവൻസി എന്ന് മാത്രമല്ല, അൺഡിസ്ചാർജ് ഇൻസോൾവെൻറ്റ് മീൻസ് എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ അസറ്റ്സ് ഉണ്ട്. അസറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ലയബിലിറ്റീസിനെക്കാട്ടിലും എൻ്റെ കയ്യിൽ എന്തുണ്ട്, അസറ്റ്സ് ഉണ്ട്. എന്നിട്ട് ഞാൻ ചില ഉടായ്പൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യണം, ഞാൻ ഈ പറയുന്ന പോലെ ഇൻസോൾവെൻ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. ആ സിറ്റുവേഷൻസിന് കോർട്ട് പറഞ്ഞു ദിസ് ഇസ് റോങ് അല്ലേ, ഈ പറയുന്നത് പോലെ തന്നെ നിന്നെ ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് അൺഡിസ്ചാർജ് ഇൻസോൾവെൻ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ എന്താണ് വിൽഫുൾ ഡിഫോൾട്ടർ. വേണമെന്ന് വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഡിഫോൾട്ട്, അതായത് പൈസ ഈ പറയുന്ന കടം തിരിച്ചു കൊടുക്കാത്ത ആൾ, അതൊക്കെയാണ് വിൽഫുൾ ഡിഫോൾട്ടർ. ഓക്കെ, ഇഫ് ഹീ ഈസ് ഹാവിങ് ആൻ NPA വിത്ത് ദ കമ്പനി. ഓക്കെ, ഇഫ് ഹീ ഈസ് ഹാവിങ് ആൻ NPA വിത്ത് ദ കമ്പനി. നെക്സ്റ്റ്, ഇഫ് ഈസ് ഇംപ്രസൺഡ് ഫോർ 2 years അണ്ടർ IBC, ഇംപ്രസൺഡ് ഫോർ 7 years അണ്ടർ എനി അതർ ലോ. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതായത് ഇയാൾ കൺവിക്റ്റഡ് ആണ് അല്ലേ, കൺവിക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, ശിക്ഷിക്കപ്പെട്ടുള്ള വ്യക്തിയാണ്. IBCയുടെ ഇതിൻ്റെ അണ്ടറിൽ, കോഡിൻ്റെ അണ്ടറിൽ 2 വർഷം, അല്ലെങ്കിൽ മറ്റേ 7 വർഷം, മറ്റേതെങ്കിലും ലോണിൻ്റെ അണ്ടറിൽ 7 വർഷം. ഡിസ്ക്വാളിഫൈഡ് ടു ആക്ട് ആസ് ഡയറക്ടർ അണ്ടർ കമ്പനീസ് ആക്ട്. ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഡയറക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇഫ് ഈ ഡൺ ഓർ മെയ്ഡ് എനി ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ, ഇഫ് ഈസ് എ ഗ്യാരണ്ടിയർ, കോർപ്പറേറ്റ് ഈ പറയുന്ന ഡെപ്റ്റർക്കുള്ള ഒരു ഗ്യാരണ്ടിയർ ആണ്, അയാൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല.
If he has any of the said above disability in any other country that is outside India and also ഈ പറയുന്ന വ്യക്തികളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള റിലേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയോ ആണ് എന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്നത് പോലെ തന്നെ റെസൊല്യൂഷൻ അപ്ലിക്കൻ്റ് ആവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, റെസൊല്യൂഷൻ അപ്ലിക്കൻ്റ് ആവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കാര്യങ്ങൾ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ ഓക്കെയാണെന്ന് ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് എന്താണ് സംസാരിക്കാനായിട്ടുള്ളത്? പ്രോസസ് ഓഫ് ഇനീഷ്യേഷൻ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ. എങ്ങനെയാണ് NCLTനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ തന്നെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതൊരു ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്ക് ഒറ്റയ്ക്കോ ജോയിൻ്റ് ആയിട്ടോ മൂവ് ചെയ്യാം. ഓക്കെ, ഒറ്റയ്ക്കോ ജോയിൻ്റ് ആയിട്ടോ ഈ പറയുന്നത് പോലെ തന്നെ മൂവ് ചെയ്യാം. ഈ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ബിലോങ്സ് ടു എ ക്ലാസ് അറ്റ്ലീസ്റ്റ് 100 ക്രെഡിറ്റേഴ്സ് ഓർ 10% ഓഫ് ദി ടോട്ടൽ ക്രെഡിറ്റർ മസ്റ്റ് അപ്ലൈ. ഓക്കെ, ആ ക്ലാസ്സിലത്തെ 100 ക്രെഡിറ്റർ അല്ലെങ്കിൽ 10% ഓഫ് ടോട്ടൽ ക്രെഡിറ്റർ എന്തായിട്ട് നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലിക്കേഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഡിഫോൾട്ട് റെക്കോർഡ്സ് ആൻഡ് റെസൊല്യൂഷൻ പ്രൊഫഷണൽസ് നെയിം. അതായത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഈ പറയുന്ന ആൾ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എപ്പോൾ അപ്ലൈ ചെയ്യാം? അയാൾക്ക് കൊടുക്കേണ്ട പൈസയ്ക്കകത്ത് എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തി കഴിയുന്ന സമയത്താണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഡിഫോൾട്ട് വരുത്തി എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ഈ പറയുന്നത് പോലെ തന്നെ നിർബന്ധമായിട്ടും വേണം. പ്ലസ് നമുക്കൊരു റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എന്ത് കൊടുക്കണം? ഒരു റെഫറൻസ് ഈ പറയുന്നത് പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഇനി NCLT എന്താണ്? NCLT രണ്ട് കാര്യങ്ങളാണ് ഈ പറയുന്നത് പോലെ തന്നെ നോക്കുക. ഓക്കെ, അപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് ഇഫ് അപ്ലിക്കേഷൻ ഈസ് കംപ്ലീറ്റ്, അതായത് ഡിഫോൾട്ടിൻ്റെ എല്ലാ എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് അഗെയിൻസ്റ്റ് റെസൊല്യൂഷൻ ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്? RPക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഓക്കെ ഈ പറയുന്നത് പോലെ തന്നെ റെസൊല്യൂഷൻ പ്രൊഫഷണൽ അഗെയിൻസ്റ്റ് ആയിട്ട് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സോ കാര്യങ്ങളൊന്നുമില്ല. ഡിഫോൾട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഡിഫോൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സബ്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? NCLT ഇത് ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യും. Application rejected if no default occurred. Okay, application is incomplete, എന്തെങ്കിലും രീതിയിലുള്ള ഇൻകംപ്ലീറ്റ്നെസ് അപ്ലിക്കേഷനകത്തുണ്ട്. ആൻഡ് ഡിസിപ്ലിനറി ആക്ഷൻ ഈസ് പെൻഡിങ് അഗെയിൻസ്റ്റ് RP. ഓക്കെ, അയാൾ കൊടുത്തിട്ടുള്ള റെസൊല്യൂഷൻ പ്രൊഫഷണൽ അഗെയിൻസ്റ്റ് ആയിട്ട് ഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്നത് പോലെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, വൺസ് ഈ പറയുന്ന NCLT അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ എന്ത് സംഭവിക്കും? CIRP സ്റ്റാർട്ട് ചെയ്യും. CIRP സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ ഒരു ഇൻസോൾവൻസി എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക നമ്മുടെ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ആണ്. അതെങ്കിൽ അതിൻ്റെ ഒരു ചികിത്സ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. വൺസ് NCLT അഡ്മിറ്റ്സ് ദ കേസ്, CIRP പ്രോസസ് സ്റ്റാർട്ട്സ് ഓൺ ദ ഡേറ്റ് ആസ് പെർ 7 subsection 5 and 7 subsection 6. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു. അതായത് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ക്രെഡിറ്ററിൻ്റെ കേസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അഗെയിൻസ്റ്റ് കോർപ്പറേറ്റ് ഡെറ്റർ ഫോർ ഇനീഷ്യേറ്റിംഗ് CIRP, അഡ്ജുഡിക്കേഷൻ അതോറിറ്റി എന്ന് പറയുന്ന ആരാണ്? NCLT ആണ്. Following persons are notified by central government and may file an application on behalf of the financial creditor. ഓക്കെ, ഗാർഡിയൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടർ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് എൻ എസ്റ്റേറ്റ്, ട്രസ്റ്റി, ഡിബഞ്ചർ ട്രസ്റ്റി. എന്താ ഡിബഞ്ചർ ട്രസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ മനസ്സിലാക്കുക. ഡിബഞ്ചർ ട്രസ്റ്റി എന്ന് പറയുന്ന ആരാന്ന് മനസ്സിലാക്കുക. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ ഗ്രീവൻസസ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ഇൻട്രസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡിബഞ്ചർ ട്രസ്റ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബൈജൂസ് എന്ന് പറയുന്ന കമ്പനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. ഓക്കെ, അപ്പോൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് അതായത് ഈ ഡിബഞ്ചേഴ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നില്ല? ഈ പറയുന്ന പോലെ പൈസയും കൊടുക്കുന്നില്ല, ഇൻട്രസ്റ്റും കൊടുക്കുന്നില്ല. ആ സിറ്റുവേഷൻസ് ഡിബഞ്ചർ ട്രസ്റ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പേഴ്സൺ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ ദ ബോർഡ് ഓഫ് എ കമ്പനി. ഓക്കെ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡിഫോൾട്ട് ഇൻക്ലൂഡ്സ് എ ഡിഫോൾട്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഫിനാൻഷ്യൽ ഡെപ്റ്റ് ഓർ നോട്ട് ഓൺലി ടു ദ അപ്ലിക്കൻറ്റ് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ബട്ട് ടു എനി അതർ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ഓഫ് ദി കോർപ്പറേറ്റ് ഡെറ്റർ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. രഞ്ജിത്ത് എന്ന് പറയുന്ന ഞാനൊരു ഫിനാൻഷ്യൽ ക്രെഡിറ്ററാണ്. ഓക്കെ, സൂരജ് എന്ന് പറയുന്ന മറ്റൊരു ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്കുള്ള പൈസ കൊടുക്കുന്നതിലാണ് കമ്പനി ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ളത്. എന്നാൽ പോലും എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? സൂരജിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തൊക്കെയാണ് വേണ്ടതിനകത്ത്? റെക്കോർഡ് ഓഫ് എവിഡൻസ് ഓഫ് ഡിഫോൾട്ട് വിത്ത് ഇൻഫോർമേഷൻ യൂട്ടിലിറ്റി. നമ്മുടെ ഒരു പില്ലറിൽ പെട്ട ഒരു സാധനമായിരുന്നു അല്ലേ, IU. അപ്പോൾ ഇൻഫോർമേഷൻ യൂട്ടിലിറ്റിയിൽ ഓൾറെഡി ഇതൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. നമുക്കിതിങ്ങനെ അപ്ലോഡ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഡിഫോൾട്ടിൻ്റെ തെളിവ് കാര്യങ്ങളൊക്കെ, പ്രപ്പോസ്ഡ് IRPയുടെ പേര്, അതർ ഇൻഫോർമേഷൻ ആസ് മേ സ്പെസിഫൈഡ് ബൈ ദി ബോർഡ്. ഓക്കെ, അതർ ഇൻഫോർമേഷൻ അപ്പോൾ ആസ് മേ സ്പെസിഫൈഡ് ബൈ ദി ബോർഡ്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അതായത് NCLT ടു അസർട്ടൻ ഡിഫോൾട്ട് വിത്തിൻ 14 days ബേസ്ഡ് ഓൺ റെക്കോർഡ് ഓർ എവിഡൻസ് അഡ്മിറ്റ് ദി അപ്ലിക്കേഷൻ ഇഫ് ഡിഫോൾട്ട് ഹാസ് ഒക്കേർഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഡിഫോൾട്ട് ഒക്കേർഡ് ആണ്, അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആണ്, നോ പെൻഡിങ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് അഗെയിൻസ്റ്റ് പ്രപ്പോസ്ഡ് IRP. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യും? അപ്ലിക്കേഷൻ അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കോർപ്പറേറ്റ് ഡെറ്റർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, വിത്തിൻ 7 days കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഡേ ലിമിറ്റ്സ് മനസ്സിലാക്കുക. അതായത് 14 ദിവസത്തിനുള്ളിൽ. ഓക്കെ, ഇങ്ങനെ ആലോചിക്കുക. ജസ്റ്റ് എപ്പോഴും ഞാൻ ലോ പഠിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, യു ഹാവ് ടു മേക്ക് എ വിഷ്വലൈസേഷൻ ഓഫ് ദ ടോപ്പിക്സ്.
അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഓക്കെ CARP പ്രോസസ്സ് തുടങ്ങണമെങ്കിൽ 3 ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്ക് അപ്ലൈ ചെയ്യാം, കോർപ്പറേറ്റ് ഡെറ്റർക്ക് അപ്ലൈ ചെയ്യാം, ഓപ്പറേഷണൽ ക്രെഡിറ്റർക്ക് അപ്ലൈ ചെയ്യാം. ഫിനാൻഷ്യൽ ക്രെഡിറ്ററാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്വന്തം ഡെപ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രം അപ്ലൈ ചെയ്യുന്നില്ല, മറ്റൊരാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ അപ്ലൈ ചെയ്തിട്ട് വിത്തിൻ 14 ഡേയ്സ് തീരുമാനം എടുക്കണം. ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ളതാണ് ഡിഫോൾട്ട് ഒക്കർ ചെയ്തു എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ യൂട്ടിലിറ്റിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഫോം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന റെസൊല്യൂഷൻ പ്രൊഫഷണൽ, പിന്നെ മറ്റെന്തെങ്കിലും പോയിന്റ്സ് ഇത് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ NCLT സമ്മതം തരും. NCLT സമ്മതം തന്നു വെച്ചാൽ അവിടെ CARP പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. 7 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആരെ അറിയിക്കണം, NCLT ഫിനാൻഷ്യൽ ക്രെഡിറ്ററിനെ അറിയിക്കണം, കോർപ്പറേറ്റ് ഡെറ്ററിനെ ഈ പറയുന്നത് പോലെ തന്നെ അറിയിക്കണം. ക്ലാരിറ്റി ഉണ്ടോ? സെറ്റാണോ പോയിന്റ്? ഓക്കെ. റിജക്ട് ഇഫ് എയ്തർ ഓഫ് ദി എബോവ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഓക്കെ. ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ടു ഫിനാൻഷ്യൽ ക്രെഡിറ്റർ വിത്തിൻ 7 ഡേയ്സ്. ആക്സെപ്റ്റ് ചെയ്താൽ റിജക്ട് ചെയ്താൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. However, if application is not complete prior to rejection, give 7 days to applicant to rectify the application. നമ്മുടെയൊക്കെ സാധാരണ എക്സാം ഫോമൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് വരുത്തി കഴിഞ്ഞാൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും അല്ലേ, കുറച്ച് ദിവസത്തിന് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും. അതേപോലെ തന്നെ ഇവിടെയും കറക്ഷൻ വിൻഡോ എന്നുള്ളതിൽ 7 ഡേയ്സ് ഈ പറയുന്നത് പോലെ തന്നെ ഓപ്പൺ ആക്കി കൊടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല, ഡിസ്ക്രിഷണറി ആണ്. ഇസ് ഡിസ്ക്രിഷണറി ആൻഡ് നോട്ട് മാൻഡേറ്ററി ഇൻ നേച്ചർ. CARP to commence from the date of admission of application by adjudicating authority. ഓക്കെ, ഇതാണ് സംസാരിക്കാനായിട്ടുള്ള പോയിന്റ്. എല്ലാവർക്കും ക്ലിയർ ആയി, സെറ്റാണെന്ന് വിചാരിക്കുന്നു. സോ CARP സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ പിന്നെ എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം? 330 ഡേയ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ആക്ച്വലി അത് 180 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതും എക്സാമിന് ചോദിക്കും. 180 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, പ്ലസ് ഒരു 90 ഡേയ്സിൻ്റെ എക്സ്റ്റൻഷൻ കൊടുക്കാം. ഇഫ് ദർ ഈസ് സഫീഷ്യൻറ്റ് കോസ്റ്റ് നമുക്കൊരു 90 ഡേയ്സിൻ്റെ എക്സ്റ്റൻഷൻ കൊടുക്കാം. അപ്പോൾ സാറേ 180, 90, 270 അല്ലേ ആയുള്ളൂ, 330 ആയിട്ടില്ലല്ലോ, കണക്കുകളിൽ എവിടെ ഒരു പെശക് അല്ല, അങ്ങനെയല്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില സിറ്റുവേഷൻസിനകത്ത് ഈ കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓരോ സിറ്റുവേഷൻസിനകത്തും എന്തെങ്കിലും പുതിയ, അതായത് NCLT എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞു അതിൻ്റെ അപ്പീലായിട്ട് എങ്ങോട്ട് പോകും, NCLAT-ലോട്ടും, അതായത് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിലോട്ട് പോകും. ഇറ്റ്സ് ലൈക്ക് സുപ്രീം കോർട്ട് ഓൺലി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലീഗൽ ഡിസ്പ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം എന്നുള്ള രീതിയിലാണ് ഒരു 60 ദിവസത്തെ ഒരു ബഫർ കൂടെ കൊടുത്തിട്ടുള്ളത്. ശരിക്കും 180 ഡേയ്സ് പ്ലസ് 90 ഡേയ്സ് 270 ഡേയ്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ. ഇനീഷ്യേഷൻ ഓഫ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ ബൈ ഓപ്പറേഷണൽ ക്രെഡിറ്റർ. ഓക്കെ. ഇപ്പോൾ ഇവിടെയും സംസാരിക്കുക ഓപ്പറേഷണൽ ക്രെഡിറ്റർ എന്ന് പറയുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇവിടെ ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു മറ്റേ ഡിമാൻഡ് നോട്ടീസ് ആണ്. ഓക്കെ. ഓർ ഇൻവോയ്സ് കോപ്പി ടു കോർപ്പറേറ്റ് ഡെറ്റർ. നോട്ടീസ് മസ്റ്റ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ അണ്ടർ സെക്ഷൻ 8 സബ്സെക്ഷൻ സപ്ലോസ് 1. ഓക്കെ. ഇവിടെ എന്താ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ, ഇവിടെ സംസാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക്, അതായത് ഓപ്പറേഷണൽ ക്രെഡിറ്റർക്ക് പൈസ കിട്ടിയിട്ടില്ല, അപ്പോൾ പൈസ ഡിമാൻഡ് ചെയ്തിട്ടുള്ള ഒരു നോട്ടീസ് കോർപ്പറേറ്റ് ഡെറ്റർക്ക് അയക്കണം. അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ രീതിയിലൊരു നോട്ടീസ്. മനസ്സിലാവുന്നുണ്ടോ? കോർപ്പറേറ്റ് ഡെറ്റർ ഫെയിൽസ് ടു, ഫസ്റ്റ് നടക്കുന്നതാണ് ഓപ്പറേഷണൽ ഡെപ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നതിൽ കോർപ്പറേറ്റ് ഡെറ്റർക്ക് ഡിഫോൾട്ട് സംഭവിച്ചു. അങ്ങനെ ഒരു ഡിഫോൾട്ട് സംഭവിച്ച് കഴിഞ്ഞു വെച്ചാൽ എന്ത് ചെയ്യണം, അതായത് ഓപ്പറേഷണൽ ക്രെഡിറ്റർ ഹാവ് ടു സെൻഡ് ഡിമാൻഡ് നോട്ടീസ്. ഓക്കെ. നോട്ടീസ് മസ്റ്റ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫ്രോം ആസ് പെർ ക്ലോസ് 1. റെസ്പോൺസ്ഡ് ബൈ കോർപ്പറേറ്റ് ഡെറ്റർ വിത്തിൻ 10 ഡേയ്സ്. ഇഫ് കോർപ്പറേറ്റ് ഡെറ്റർ പേ ചെയ്തു എന്ന് വിചാരിക്കുക, പിന്നെ വല്ല ഇഷ്യൂ ഉണ്ടോ? ഇല്ല. കോർപ്പറേറ്റ് ഡെറ്റർ മസ്റ്റ് പ്രൊവൈഡ് പ്രൂഫ്, ദാറ്റ് ഈസ് ബാങ്ക് ട്രാൻസ്ഫർ ഓർ ചെക്ക്. ഇഫ് എനി ഡിസ്പ്യൂട്ട്, കോർപ്പറേറ്റ് ഡെറ്റർ നോട്ടിഫൈസ് ഡിസ്പ്യൂട്ട് വിത്ത് സപ്പോർട്ടിംഗ് എവിഡൻസ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഓപ്പോൻ്റെ കേസിനകത്ത് ഓപ്പോ സപ്ലൈ ചെയ്തിട്ടുള്ള അല്ലേ ഈ ടെക്നോളജിക്കൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഓപ്പോ സപ്ലൈ ചെയ്തിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊന്നും ആക്ച്വലി ബൈജൂസ് ചോദിച്ച രീതിയിലുള്ള കാര്യങ്ങളല്ല എന്ന് വിചാരിക്കുക, എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ബൈജൂസ് പറയുകയാണ് ഓക്കെ ഞങ്ങൾ പറഞ്ഞത്ര പൈസ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു തർക്കം നടക്കുന്നുണ്ട്. അപ്പോൾ തർക്കത്തിൻ്റെ സപ്പോർട്ടിംഗ് എവിഡൻസ് കൊടുക്കണം. ഇഫ് നോ റെസ്പോൺസ് ഫ്രം കോർപ്പറേറ്റ് ഡെറ്റർ ആഫ്റ്റർ 10 ഡേയ്സ്. ഓക്കെ. അതായത് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. ഓപ്പറേഷണൽ ക്രെഡിറ്റർ എന്ത് ചെയ്തു, ഡിമാൻഡ് നോട്ടീസ് അയച്ചിട്ടും 10 ദിവസമായിട്ടും യാതൊരു രീതിയിലുള്ള റെസ്പോൺസും ആരുടെ ഭാഗത്തു നിന്നില്ല, കോർപ്പറേറ്റ് ഡെറ്ററിൻ്റെ ഭാഗത്തു നിന്നില്ല. ഓപ്പറേഷണൽ ക്രെഡിറ്റർ ക്യാൻ ഫയൽ ആൻ അപ്ലിക്കേഷൻ വിത്ത് NCLT അണ്ടർ സെക്ഷൻ 9(4). ഈ പറയുന്നത് പോലെ തന്നെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ ഒരു എന്ത് ചെയ്യും, ഈ പറയുന്നത് പോലെ തന്നെ ഒരു അപ്ലിക്കേഷൻ കൊടുക്കും. ആൻഡ് ഓൾസോ മേ പ്രപ്പോസ് ആൻഡ് ഇൻറ്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ IRPനെ ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എപ്പോഴൊക്കെയാണ് അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യാം? ഡിസ്പ്യൂട്ട് നോട്ടീസ് ഒന്നും റിസീവ് ചെയ്തില്ല, ഡെപ്റ്റ് അൺപെയ്ഡ് ആണ്, ഡിമാൻഡ് നോട്ടീസ് സെർവ് ചെയ്തിട്ടുണ്ട്, IRPക്ക് അഗെയിൻസ്റ്റ് ഡിസിപ്ലിനറി ആക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഇവിടെ എന്താണ്, ഡിസ്പ്യൂട്ട് നോട്ടീസ് വാസ് റിസീവ്ഡ് അല്ലെങ്കിൽ ഡെപ്റ്റ് ഈസ് പെയ്ഡ്, ഡോക്യുമെൻറ്റ്സ് ഇൻകംപ്ലീറ്റ് ആണ്,
ഒരു പോയിന്റ് കൊണ്ടുണ്ട് IRPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. CIRP ബിഗിൻ സ്റ്റാർട്ട് ഫ്രം ദ ഡേറ്റ് NCLT അഡ്മിറ്റ്സ് അപ്ലിക്കേഷൻ. ഡിസ്പ്യൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. NCLT കനോട്ട് ചെക്ക് ഇഫ് ദ ഡിസ്പ്യൂട്ട് ഈസ് ജെന്യൂൻ ഓർ ഫേക്ക്. അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമൊന്നുമില്ല എന്നുള്ള കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതും, സെയിം സാധനം തന്നെയാണ്. അതായത് 10 days എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഡിമാൻഡ് നോട്ടീസ് എന്ന് ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഡീംഡ് നോട്ടീസ്. ആക്ച്വലി ഞാനിത് കറക്റ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ പേപ്പർ നമ്മുടെ ഒരു എന്താ പറയുക സ്റ്റുഡൻറ്റ് ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ കൊടുത്ത കണ്ടൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കി തന്നുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്ക്, അതാണ് ഇവിടെ ഡീം നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡിമാൻഡ് നോട്ടീസാണ്. ഓക്കെ, കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് പോലെ തന്നെ എന്തൊക്കെ നമുക്ക് തെളിവായിട്ട് കൊടുക്കാം എന്നുള്ളതാണ് ഡിമാൻഡ് നോട്ടീസ്. പിന്നെ അതുപോലെ തന്നെ കോപ്പി ഓഫ് സർട്ടിഫിക്കേഷൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓപ്പറേഷണൽ ക്രെഡിറ്റർ. ആൻഡ് ഓൾസോ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയണം. അതായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ SBIയിലാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ SBI ബാങ്ക് അക്കൗണ്ടിൽ അപ്പോൾ ഓപ്പോ പറയുകയാണ് ഞങ്ങളുടെ SBI ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇത്രയും നാളായിട്ടും ഓപ്പോൻ്റെ ഭാഗത്തുനിന്ന് എന്ത് വന്നിട്ടില്ല, ഓപ്പോ അല്ല ബൈജൂസിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് വന്നിട്ടില്ല, ഫണ്ടൊന്നും വന്നിട്ടില്ല എന്നുള്ള രീതിയിലും പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ തെളിവ് പാസ്ബുക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ അഫിഡവിറ്റ് കൊടുക്കണം, എന്താണ് ഡിസ്പ്യൂട്ട് ഇതൊന്നും പെൻഡിങ്ങിലില്ല എന്നുള്ളത്. ഓക്കെ, അങ്ങനെ അതർ പ്രൂഫ് കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ള പോയിന്റാണ് എന്ത് ചെയ്ത് സംസാരിക്കുന്നത്. ഓക്കെ, സെറ്റാണ്, ക്ലിയർ ആണെന്ന് എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കാണ്, എനിക്കറിയാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ജംപ് സ്റ്റാർട്ട്, ക്വിക്ക് സ്റ്റാർട്ട്, പെട്ടെന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ടിരുന്നാലേ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു 1 man ആർമി എന്നുള്ള പോലെ മുന്നോട്ട് പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇൻ്റർത്തെ പിള്ളേരൊക്കെ അടിപൊളി സപ്പോർട്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ കുറേ സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ ഗീവ് കൺസ്ട്രക്റ്റീവ് സജഷൻസ് ഫോർ മീ ടു. ഓക്കെ, എന്നോടും പറയും എന്തെങ്കിലും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സജഷൻസ് ക്രിറ്റിസിസം ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ആക്സെപ്റ്റ് ദാറ്റ് ഫോർ ഷുവർ. ഓക്കെ, adjudicating authority shall within 14 days admit the application and communicate to operational creditor or corporate debtor if നമ്മൾ ഓൾറെഡി സംസാരിച്ച കാര്യമായിരുന്നു അല്ലേ, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെയും ഒരു 7 ദിവസം കൊടുക്കും എന്നുള്ള കാര്യം സംസാരിച്ചിട്ടായിരുന്നു. ഡേറ്റ് ഓഫ് അഡ്മിഷൻ കോർപ്പറേറ്റ് ഡെറ്ററിൻ്റെ കേസിനകത്ത് സെക്ഷൻ നമ്പർ 10 ആണ് നമുക്ക് സംസാരിക്കുന്നത്. കോർപ്പറേറ്റ് ഡെറ്ററിൻ്റെ കേസിനകത്ത് ഇനീഷ്യേഷൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. കോർപ്പറേറ്റ് ഡെറ്റർ എന്ന് പറയുമ്പോൾ ആരാണ്? അപ്പോൾ ബൈജൂസിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, CIRP പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. എലിജിബിലിറ്റി ഫോർ ഫയലിംഗ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്, കോർപ്പറേറ്റ് ഡെറ്റർ ഹാസ് കമ്മിറ്റഡ് ഡിഫോൾട്ട്. എ കോർപ്പറേറ്റ് അപ്ലിക്കൻറ്റ് ക്യാൻ ഫയൽ ആൻ അപ്ലിക്കേഷൻ. അതായത് കോർപ്പറേറ്റ് ഡെറ്റർ എന്ന് പറയുന്ന സമയത്ത് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, റൈറ്റ്? കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഫയൽ ചെയ്യാൻ പറ്റില്ല. സോ കമ്പനിക്ക് വേണ്ടിയിട്ട് കമ്പനിയുടെ ഏജന്റ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫയൽ ചെയ്യും. ഇതിനാണ് കോർപ്പറേറ്റ് അപ്ലിക്കൻറ്റ്. ഓക്കെ, ഫോർ ഇൻസോൾവൻസി വിത്ത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. ദിസ് അപ്ലൈസ് ബോത്ത് കമ്പനീസ് ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്സ്. ഓക്കെ, application requirements must furnish the following along with requirement. Okay, information relating to books of accounts and other relevant documents as may be prescribed. അതായത് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈ പറയുന്നത് പോലെ തന്നെ ഫയൽ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ IRPനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്, റെക്കമെൻഡ് ചെയ്യണം. അപ്രൂവൽ ഫോർ ഫയലിംഗ് ദ ആപ്ലിക്കേഷൻ. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്. നമ്മൾ മറ്റേ 2 കേസിനകത്തും, അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓപ്പറേഷണൽ ക്രെഡിറ്ററിൻ്റെ കേസിനകത്തും ഫിനാൻഷ്യൽ ക്രെഡിറ്ററിൻ്റെ കേസിനകത്തും ഒക്കെ അതായത് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇൻവോൾവ് അല്ല. ഈ പറയുന്ന കോർപ്പറേറ്റ് ഡെറ്ററിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഇൻവോൾവ് അല്ല. പക്ഷേ കോർപ്പറേറ്റ് ഡെറ്റർ തന്നെ ഈ രീതിയിൽ മറ്റേ CIRP പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ നിർബന്ധമായിട്ടും നമ്മൾ ജനറൽ മീറ്റിംഗ് പാസ് ചെയ്തിട്ട് ജനറൽ മീറ്റിംഗിൽ നമ്മൾ എന്ത് ഈ പറയുന്നത് പോലെ തന്നെ പാസ് ചെയ്യണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ഇതാണ് സംസാരിക്കുന്നത് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കോർപ്പറേറ്റ് ഡെറ്റർ ഫോർ കമ്പനീസ്. ഓക്കെ, ഇപ്പം പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ LLP ആണെങ്കിൽ ബൈ ലീസ്റ്റ് 3/4 ഓഫ് ദി പാർട്ട്നേഴ്സ് സെയിം തന്നെയാണ് അപ്രൂവിംഗ് ദ ഫയലിംഗ് ഫോർ LLP ഓർ പാർട്ണർഷിപ്പ് ഫേംസ്. ഓക്കെ, ആക്ഷൻ ബൈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? ഡെഫിനറ്റ്ലി NCLT തന്നെയാണ്. ദി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഷോൾ വിത്തിൻ 14 days ഓഫ് റെസീറ്റ് ഓഫ് അപ്ലിക്കേഷൻ എയ്തർ അഡ്മിറ്റ് ദ അപ്ലിക്കേഷൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡിഫോൾട്ട് ഹാസ് ഒക്കേർഡ്, അപ്ലിക്കേഷൻ ഈസ് കംപ്ലീറ്റ്, നോ ഡിസിപ്ലിൻ പ്രൊസീഡിംഗ്സ് ആർ അഗെയിൻസ്റ്റ് പ്രപ്പോസ്ഡ് IRP, റിജക്ട് അപ്ലിക്കേഷൻ എയ്തർ അബോവ് ദ കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഓക്കെ, 7 ദിവസം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം കമൻസ്മെന്റ് ഓഫ് CIRP സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കുന്നത്. CIRP is deemed to commence on the date of admission of the application by adjudicating authority. This is known as insolvency commencement date or initiation date. ഓക്കെ, എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കും. സെറ്റാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണ് എന്ന് എന്ത് ചെയ്യുന്നു, ഓക്കെ ആണെന്ന് കരുതുന്നു. ദിസ് യു
നീഡ് നോട്ട് സ്റ്റഡി. 11th പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റാണ്. ഓൾറെഡി CARP അണ്ടർഗോ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ഡെറ്റർ അല്ലെങ്കിൽ ഓൾറെഡി PPIRP പ്രീ പാക്കേജിംഗ് സർവീസ് റെസൊല്യൂഷൻ പ്രോസസ് ഈ പറയുന്നത് പോലെ തന്നെ അണ്ടർഗോ ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, CRP ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എന്താണ്, സിറ്റി ഹൂസ് റെസൊല്യൂഷൻ പ്ലാൻ ഈസ് അപ്രൂവ് 12 months prior to application പറ്റില്ല. വിച്ച് കംപ്ലീറ്റഡ് 12 months prior to application, violated in terms of resolution plan, liquidation order made, ഇതൊന്നും ഇരിക്കൊന്നും പറ്റില്ല. ശ്രദ്ധിക്കുക, ടൈം ലിമിറ്റ് MCQ വിത്തിൻ 180 days ഫ്രം ദ അഡ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ, എക്സ്റ്റൻഷൻ ആഫ്റ്റർ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ COC മീൻസ് വാട്ട്, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കും. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ബൈ എ വോട്ട് ഓഫ് മോർ ദാൻ ഓർ ഈക്വൽ ടു 66% ഓഫ് ദി വോട്ടിംഗ് ഷെയർ, RP മേ അപ്ലൈ ടു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സീക്കിംഗ് എക്സ്റ്റൻഷൻ. ഓക്കെ, എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദിസ് ഇസ് ഓൾസോ MCQ. കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കുക, ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ വാട്ട് എവർ എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തിട്ട് മുകളിൽ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, നമ്മുടെ മെറ്റീരിയൽ വന്നിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. അതായത് RPക്ക് പകരം IRPക്ക് പകരം RP എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ ക്രെഡിറ്ററിൻ്റെ സമയത്ത്. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യണേ. ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആർക്ക് അപ്ലൈ ചെയ്യുന്നു, NCLTക്ക് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, NCLT 14 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, തീരുമാനം എടുക്കുന്നു. ഓക്കെ, നമുക്ക് ആക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് NCLT ഒരു IRPനെ അപ്പോയിൻറ്റ് ചെയ്യും. ഓക്കെ, ഈ IRPനെ അപ്പോയിൻറ്റ് ചെയ്യും. സോ ഈ IRPനെ തന്നെ 90% കേസിനകത്തും ഈ IRPയുടെ ഒരു ആക്ച്വലി ഡ്യൂട്ടീസ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. IRPയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന്. ഈ IRP ആക്ച്വലി ആരെനെ അപ്പോയിൻറ്റ് ചെയ്യും, IRP ഒരു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് വിളിക്കും. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് വിളിച്ചിട്ട് ഈ പറയുന്ന കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ് ആരെ തീരുമാനിക്കുക, RPനെ തീരുമാനിക്കുക. ദാറ്റ് ഈസ് റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ തീരുമാനിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രൊഫഷണലാണ് ഞാൻ പറഞ്ഞത് എക്സ്റ്റൻഷൻ മേടിക്കും എന്ന് പറഞ്ഞത്. എപ്പോഴാണ് എക്സ്റ്റൻഷൻ മേടിക്കാൻ പറ്റുക? ഈ പറയുന്ന കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിൻ്റെ 66% ഓർ മോർ ഓഫ് ദ വോട്ട് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, എക്സ്റ്റൻഷൻ മേടിക്കാൻ പറ്റൂ. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സാറ്റിസ്ഫൈഡ് ദാറ്റ് CARP cannot be completed in 180 days, it may further extend not more than 90 days but only once. Note, CARP to be mandatorily completed within 330 days of ICD including extension. ഓക്കെ, അയ്യോ. ആൻഡ് ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്, ടൈം ടേക്കൺ ഇൻ ലീഗൽ പ്രൊസീഡിങ്സ് എന്നുള്ള പോയിന്റാണ് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കുക, നെക്സ്റ്റ് പോയിന്റാണ് വിത്ഡ്രോവൽ ഓഫ് അപ്ലിക്കേഷൻ അഡ്മിറ്റഡ് അണ്ടർ 7, 8, 9, 10. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ ക്രെഡിറ്റർ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ക്രെഡിറ്റർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡെപ്റ്റർ ഇവരൊക്കെ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. NCLT ഇത് അപ്രൂവ് ചെയ്തു. അപ്രൂവ് ചെയ്തപ്പോഴാണ് ഇവർ കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ തന്നിട്ടുള്ള അപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, പിൻവലിക്കണം എന്നുള്ള രീതിയിലൊരു കാര്യം സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. എടാ, അത് കുട്ടികളെയാണോ? അല്ല, വലിയൊരു സംഭവമല്ലേ. CARP പ്രോസസ്സ് എന്ന് പറയുന്ന വലിയൊരു സംഭവത്തിൻ്റെ പേരിലാണ് ഇവർ ഈ പറയുന്ന കുട്ടികളെ കളിക്കുന്നത്. ഇത് ശരിയാണോ? അല്ല. അപ്പോൾ ഈ സിറ്റുവേഷൻസിനകത്ത് NCLT പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ പിൻവലിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഓൺ അപ്ലിക്കേഷൻ മെയ്ഡ് വിത്ത് അപ്രൂവൽ ഓഫ് 90% ഓഫ് ദി വോട്ടിംഗ് ഷെയർ ഓഫ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, 66%ഓ 66%ൻ്റെ കൂടെയല്ല, 90% ഓഫ് ദ വോട്ടിംഗ് ഷെയർ ഓഫ് COC അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മേ പെർമിറ്റ് വിത്ഡ്രോവൽ. 90% ആൾക്കാർ സമ്മതിക്കുകയാണെങ്കിൽ, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിലത്തെ 90% ആൾക്കാർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്ത് ചെയ്യാം, വിത്ഡ്രോ ചെയ്യാം. ഇതൊക്കെ കേസ് സ്റ്റഡിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അപ്ലിക്കേഷൻ ടു ബി മെയ്ഡ് ഇൻ ദ ഫോം പ്ലസ് ബാങ്ക് ഗ്യാരണ്ടി ടുവേർഡ്സ് എസ്റ്റിമേറ്റഡ് എക്സ്പെൻസസ്. വൺസ് ആപ്ലിക്കേഷൻ ഈസ് അപ്രൂവ്ഡ്, അപ്ലിക്കൻറ്റ് ഡെപ്പോസിറ്റ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻസ് വിത്തിൻ 3 days ഓഫ് സച്ച് അപ്രൂവൽ. എൽസ് ഈ പറയുന്നത് പോലത്തെ എന്ത് ചെയ്യും, ഇൻവോക്ക് ചെയ്യും എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ക്ലാരിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നു, സെറ്റാണെന്നുള്ള പോയിന്റ് ഉറപ്പുവരുത്തുന്നു. മൊറട്ടോറിയം ആൻഡ് പബ്ലിക് അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഈ പറയുന്നത് പോലെ തന്നെ IRPനെ അപ്പോയിൻറ്റ് ചെയ്ത് സെക്ഷൻ 16 പ്രകാരം കോസ് എ പബ്ലിക് അനൗൺസ്മെൻറ്റ് ഓഫ് ഇനീഷ്യേഷൻ ഓഫ് CARP ആൻഡ് കോൾ ഫോർ സബ്മിഷൻ ഓഫ് ക്ലെയിംസ് അണ്ടർ സെക്ഷൻ 15 ആഫ്റ്റർ അപ്പോയിൻമെൻറ്റ് ഓഫ് IRP. എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി കൊടുക്കാനുള്ള പൈസ, അതായത് കുറേ ആൾക്കാർക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ ക്ലെയിംസ് അതായത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് അനൗൺസ് ചെയ്യുക, ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തും. ഇതൊരു ന്യൂസ് പേപ്പറിൽ കൊടുക്കുക കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ നെക്സ്റ്റ് പോയിന്റ് ഈസ് വാട്ട്, മൊറട്ടോറിയം. മൊറട്ടോറിയം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ കമ്പനിക്ക് ഒരു എന്ത് കൊടുക്കുകയാണ്, ഒരു അവസരം കൊടുക്കുകയാണ്, തിരിച്ച് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് ഇനിയും കമ്പനീനെ ആരും ഈ പറയുന്ന പോലെ തന്നെ പൈസ വേണം അല്ലെങ്കിൽ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തിട്ട് ഒന്നും കമ്പനിയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതിൻ്റെ പരിപാടിയാണ് മൊറട്ടോറിയം എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്.
അതായത് ഓൾറെഡി നമ്മൾ വെന്റിലേറ്റർ വെച്ചു അല്ലേ, ഇനി വിസിറ്റേഴ്സിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഇനി കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കമ്പനീനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു സമയം കൊടുക്കണം. മൊറട്ടോറിയം സെക്ഷൻ 14 പ്രകാരം എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്യുന്നുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. സോ മൊറട്ടോറിയം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. മൊറട്ടോറിയത്തിൻ്റെ കേസിനകത്ത് കേസ് സസ്പെൻഡ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ അല്ലേ, വിച്ച് ഇൻ റിക്കവറി ഓഫ് എനി പ്രോപ്പർട്ടി ബൈ എനി ഓണർ ഓർ ലെസർ വിച്ച് ഈസ് ഇൻ പൊസിഷൻ ഓഫ് കോർപ്പറേറ്റ് ഡെറ്റർ. അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. മൊറട്ടോറിയം ഒരു വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ റിവിഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തും. ഓക്കെ, അപ്പോയിൻമെൻറ്റ് ആൻഡ് ടെനർ ഓഫ് IRPയുടെ കേസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ഒരു ഡിസ്കഷൻ അല്ല പ്രതീക്ഷിക്കുന്നത്. ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കവറപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ക്വിക്ക് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ സെഷനാണ് ഇൻസോൾവൻസി എന്നുള്ളതെങ്കിൽ ഈ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഒരു മണിക്കൂറും കൂടെ എടുത്ത് കഴിച്ചാൽ മൊത്തം പഠിക്കുന്ന രീതിയിൽ 1 മണിക്കൂർ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ. അതായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്നതിനിടയിൽ തന്നെ ജസ്റ്റ് പോസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഷോൾ വിത്തിൻ 14 days ഓക്കെ ഓഫ് ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റ് ഓൺ ഈ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യും, IRPനെ അപ്പോയിൻറ്റ് ചെയ്യും. Who, in case of under section 7 and 10, the proposed IRP to become IRP if no disciplinary proceeding is pending. ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഒന്നും പെൻഡിങ്ങിലല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ IRP തന്നെ ആരായിട്ട് മാറും, RP ആയിട്ട് മാറും 7 10. ഇൻ കേസ് ഓഫ് അപ്ലിക്കേഷൻ അണ്ടർ 9, ഇഫ് IRP ഹാസ് ബീൻ പ്രൊപ്പോസ്, സെയിം ഷാൾ ബിക്കം IRP പ്രൊവൈഡഡ് നോ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്. ഓക്കെ, ഹൗർ ഇൻ കേസ് ഓഫ് അപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 9, ഇഫ് നോ IRP പ്രൊപ്പോസ്, IRP ഷാൾ ബി അപ്പോയിൻറ്റഡ് ബൈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഓൺ റെക്കമെൻഡേഷൻ ഓഫ് ബോർഡ് വിത്തിൻ 10 days ഓഫ് റിസീപ്റ്റ് ഓഫ് ദ റിക്വസ്റ്റ് ഫോർ ദ റെഫറൻസ്. ഓക്കെ, ആര് അപ്പോയിൻറ്റ് ചെയ്യുന്ന പറയുന്നത്, ബോർഡ് അപ്പോയിൻറ്റ് ചെയ്യും. ഈ പറയുന്നത് പോലെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ NCLT അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇതിന് സംസാരിക്കുന്നത്. If financial creditor or corporate applicant proposes an IRP, they will be appointed if no disciplinary proceedings are pending. No IRP is proposed, NCLT select one IBBI's panel. ലൈക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഡയറക്ടേഴ്സ് ഡിൻ ഒബ്റ്റെയിൻ ചെയ്യുക, അതിനൊരു ടെസ്റ്റ് നടന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ IBBIയുടെ പാനലിൽ നിന്ന് എന്ത് ചെയ്യും, ഒരാളെ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യും എന്നുള്ള പോയിൻ്റാണ് സംസാരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എന്ന് വിചാരിക്കുന്നു, ക്ലാരിറ്റി ഉണ്ട് എന്ന് കരുതുന്നു. ഡ്യൂട്ടീസ് ഓഫ് IRP ഈസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. ഡ്യൂട്ടീസ് ഓഫ് IRP ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ജസ്റ്റ് സെക്ഷൻ നമ്പർ 18 പെട്ടെന്ന് നോക്കാം. ഓക്കെ, തീരും. നമ്മുടെ ഏകദേശം ഒരു മണിക്കൂറാണ് എൻ്റെ ഒരു ടാർഗറ്റ് ഞാൻ വെച്ചിരുന്നത്. തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് ലിക്വിഡേഷൻ എസ്റ്റേറ്റ് അങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സും കൂടെയാണ് എനിക്ക് കവറപ്പ് ചെയ്യാനായിട്ടുള്ളത്. IRPയുടെ ഡ്യൂട്ടീസ് കളക്ട് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഇൻഫർമേഷൻ ഫോർ ദി പാസ്റ്റ് 2 years. അതായത് കമ്പനീനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, കമ്പനിയുടെ പ്രസൻറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. റിസീവ് ആൻഡ് വെരിഫൈ ക്രെഡിറ്റർ ക്ലെയിംസ്, അതായത് ക്രെഡിറ്റർ ക്ലെയിംസ് ജെനുവിൻ അല്ലേ, അല്ലാതെ ഇല്ലാത്ത ക്ലെയിംസ് ഒന്നും അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ബേസിക്കലി അതൊക്കെ റിസീവ് ചെയ്യുക, വെരിഫൈ ചെയ്യാം. ഫോം ദ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്, COC അല്ലെ, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ഫോം ചെയ്യാം. എന്തിനാണ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫിനാൻഷ്യൽ ക്രെഡിറ്റർ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ക്രെഡിറ്റർ, ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരു വ്യക്തിയായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ പറയുന്ന CIRP പ്രോസസ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ പക്ഷേ അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാർ കൂടെ അതിനകത്ത് ഭാഗമായിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പോൾ എല്ലാവരെയും വിളിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചേർക്കണം. അല്ലെങ്കിൽ മറ്റേ ഒരു 1-2 ആൾക്കാരുടെ തീരുമാനപ്രകാരം മാത്രം കാര്യങ്ങൾ നടന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും അല്ലേ. മോണിറ്റർ അസറ്റ് ആൻഡ് മാനേജ് ഓപ്പറേഷൻസ് അൺടിൽ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഈസ് അപ്പോയിൻറ്റഡ്. ഓക്കെ, അതായത് ഇനി കമ്പനി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ കമ്പനി ഒരിക്കലും കമ്പനിയുടെ അസറ്റ് കാര്യങ്ങളുള്ള അസറ്റൊക്കെ വിൽക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റെന്തെങ്കിലും രീതിയിൽ മറ്റാരുടെ പേരിലോട്ട് മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഫയൽ കളക്റ്റഡ് ഇഫ് നീഡഡ് ഡാറ്റ വിത്ത് ഇൻഫർമേഷൻ യൂട്ടിലിറ്റി. ഓക്കെ, ഈ പറയുന്നത് പോലെ തന്നെ ഡാറ്റയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ പറയുന്നത് കളക്ട് ചെയ്യുക ഇൻഫർമേഷൻ യൂട്ടിലിറ്റി ആയിട്ട്. അതായത് പല തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ടാസ്ക് കൺട്രോൾ ആൻഡ് കസ്റ്റഡി ഓഫ് കോർപ്പറേറ്റ് ഡെറ്റേഴ്സ് അസറ്റ്സ് ഇൻക്ലൂഡിംഗ് ദോസ് റെക്കോർഡഡ് ഇൻ ബാലൻസ് ഷീറ്റ്, ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്, ഡെപ്പോസിറ്ററീസ് ആൻഡ് രജിസ്റ്റേഴ്സ്. പെർഫോം അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് പെർ ഗൈഡ് ലൈൻസ്. ഓക്കെ, അഡീഷണൽ ആയിട്ട് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാം. കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് മസ്റ്റ് കോർപ്പറേറ്റ് വിത്ത് IRP ആയിട്ട് കോർപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, സെറ്റാണ് എന്ന് എന്ത് ചെയ്യുന്നു, സെറ്റാണെന്ന് കരുതുന്നു. ഓക്കെ, സെറ്റാണെന്ന് കരുതുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ IRPക്ക് പല ആൾക്കാരുടെയും സഹായം തേടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലേ, എല്ലാവരുടെയും ക്ലെയിംസ് ക്രോസ് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കോർപ്പറേറ്റ് ഡെറ്റർ, അതായത് എത്ര ക്രെഡിറ്റേഴ്സ് ഉണ്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അപ്പോയിൻറ്റ് ചെയ്യും.
മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ആരൊക്കെ വരും? ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എല്ലാവരും വരും. കൺസോർഷ്യം ലെൻഡേഴ്സ് ആണ് ഇൻക്ലൂഡഡ്. കൺസോർഷ്യം എന്നൊക്കെ പറയുമ്പോൾ എന്താ? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ച് ബാങ്കുകൾ കൂടിയിട്ട് SBI, ഫെഡറൽ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇവരെല്ലാവരും കൂടിയിട്ട് ചേർന്നിട്ട് കടം കൊടുക്കുക എന്ന് വിചാരിക്കും. ഇതിനെയാണ് ഒരു കൺസോർഷ്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ലീഡ് പാർട്ടിസിപ്പൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും. കൂടുതലായിട്ട് അതിലോട്ടൊന്നും പോകാനായിട്ടുള്ള സമയമില്ല. ഓക്കെ, വിത്ത് വോട്ടിംഗ് റൈറ്റ്സ് പ്രൊപ്പോർഷണൽ ടു ദെയർ ഫിനാൻഷ്യൽ ഡെറ്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SBI 3 കോടി, ഫെഡറൽ ബാങ്ക് 1 കോടി, മറ്റൊരു 50 ലക്ഷം ആ രീതിയിലൊക്കെയാണ് ഡെപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള എന്ത് കിട്ടും? വോട്ടിംഗ് റൈറ്റ്സ് കിട്ടും. നോ വോട്ടിംഗ് റൈറ്റ്സ് ഫോർ റിലേറ്റഡ് പാർട്ടീസ്. കമ്പനിയായിട്ട് ബന്ധപ്പെട്ട റിലേറ്റിംഗ് പാർട്ടീസിന് എന്തില്ല? വോട്ടിംഗ് റൈറ്റോ കാര്യങ്ങളൊന്നും കിട്ടില്ല. The portion is both financial credit and operational credit. They are included in committee of creditors only to the extent of their financial debt. അതനുസരിച്ച് മാത്രമേ വോട്ടിംഗ് റൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഇല്ലെങ്കിൽ IBBAയുടെ റെഗുലേഷൻസ് പ്രകാരം കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ഈ പറയുന്നത് പോലെ തന്നെ തീരുമാനിക്കും. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിൻ്റെ കേസിനകത്ത് മനസ്സിലാക്കുക, ഡിസിഷൻസ് റിക്വയർ, അതായത് മിനിമം 51% ഓഫ് ദി വോട്ടിംഗ് ഷെയർ അപ്രൂവൽ ഓഫ് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ. ഓക്കെ, പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ പറയുന്നത് പോലെ തന്നെ 90% ലിമിറ്റ്, 66% ഒക്കെ ലിമിറ്റും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ഹാവ് റൈറ്റ് ടു ഡിമാൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫ്രം റെസൊല്യൂഷൻ പേഴ്സണ്. RP എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം? 7 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ളൊരു പോയിന്റാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് സംസാരിക്കാനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൺ. ക്ലാരിറ്റി ഉണ്ടോ? ക്ലിയർ ആണെന്ന് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേയൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്നത് പോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്തിലോട്ടാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകേണ്ട കാര്യം എന്നുള്ളതാണ്. ഓക്കെ, IRPക്ക് ശേഷം RP ആയിട്ട് അപ്പോയിൻറ്റഡ് ആവുന്നു. RP ആണ് CARP പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുക, മാനേജ് ഓപ്പറേഷൻസ് ഓഫ് ദി കോർപ്പറേറ്റ് ഡെറ്റ് ഡ്യൂറിംഗ് ദ CRP പീരീഡ്. ഓക്കെ, RP to continue to do so after the expiry of CRP until an order is passed by adjudicating authority എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്നത് പോലെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതൊന്നും ഞാൻ അത്രയ്ക്കൊരു ഇതായിട്ട് തോന്നുന്നില്ല. ഓക്കെ, ഡ്യൂട്ടീസ് ഓഫ് RPയിലോട്ട് പോകാം. ഡ്യൂട്ടീസ് ഓഫ് റെസൊല്യൂഷൻ പ്രൊഫഷണൽ. ഓക്കെ, പ്രിസർവ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ അസറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഡെറ്റർ. കോർപ്പറേറ്റ് ഡെറ്ററിൻ്റെ അസറ്റ്സ് കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. കാരണം ഞാൻ റീസൺ പറഞ്ഞു, ഓൾറെഡി ലിക്വിഡേഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അസറ്റ്സും കാര്യങ്ങളൊക്കെ വിൽക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അൺനെസസറി ആയിട്ട്, അതായത് ഈ പറയുന്നത് പോലെ പ്രൈവറ്റ് ആയിട്ട് അത് മറ്റുള്ള ആൾക്കാർക്കൊന്നും വിൽക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ടേക്ക് ഇമ്മീഡിയറ്റ് കസ്റ്റഡി ഓഫ് അസറ്റ്സ്. ഓക്കെ, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഒരു ട്രസ്റ്റി പോലെ അസറ്റ്സിൻ്റെ കസ്റ്റഡി എടുക്കുക. represents the corporate debtor with third parties. Okay, raise interim finances subjected to committee of creditor approval. This is important. അതായത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി കമ്പനി ഈ പറയുന്നത് പോലെ തന്നെ ഒരുപാട് ക്രെഡിറ്റേഴ്സും കാര്യങ്ങളൊക്കെ കമ്പനിക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു ഇടക്കാല ഫണ്ട് എന്നുള്ള രീതിയിൽ ലോൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ശരിക്കും ഈ പറയുന്നത് പോലെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യണം? കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിൻ്റെ അപ്രൂവൽ എടുക്കണം എന്നുള്ളൊരു പോയിന്റാണ് അതിനകത്ത് സംസാരിക്കാനായിട്ടുള്ളത്. അപ്പോയിൻറ്റ് അക്കൗണ്ടൻസ്, ലീഗൽ ആൻഡ് അതർ പ്രൊഫഷണൽസ്. പല കാര്യങ്ങളും ഉണ്ടല്ലേ, അതായത് ഈ പറയുന്ന പ്രോപ്പർട്ടി സെല് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ലീഗലായിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും, മറ്റ് പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റഡ് ലിസ്റ്റ് ഓഫ് ക്ലെയിംസ്. പ്രിപ്പയേഴ്സ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം അണ്ടർ സെക്ഷൻ 29. ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. കൺവീൻ ഓൾ മീറ്റിംഗ്സ് ഓഫ് COC, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിൻ്റെ എല്ലാ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാം. ഇൻവൈറ്റ് പ്രോസ്പെക്റ്റീവ് റെസൊല്യൂഷൻ അപ്ലിക്കൻസ് ടു സബ്മിറ്റ് റെസൊല്യൂഷൻ പ്ലാൻസ്. ഓക്കെ, അതായത് റെസൊല്യൂഷൻ പ്ലാൻസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ റെസൊല്യൂഷൻ അപ്ലിക്കൻ്റ് ആവാൻ വേണ്ടിയിട്ട് പറ്റില്ല. റെസൊല്യൂഷൻ അപ്ലിക്കൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനി കരകയറാൻ വേണ്ടിയിട്ട്, കമ്പനിക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു മെഡിസിൻ പോലെ കമ്പനീനെ വെന്റിലേറ്ററിൽ നിന്ന് രക്ഷിക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസിനെ റെസൊല്യൂഷൻ പ്ലാൻസ് എന്ന് വിളിക്കുന്നത്. പ്രസൻറ്റ് ഓൾ റെസൊല്യൂഷൻ പ്ലാൻസ് ടു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 66% ഓർ മോർ അവരുടെ ഈ പറയുന്നത് പോലെ തന്നെ സമ്മതം വേണം. ഓക്കെ, റിട്ടേൺ കൺസെൻറ്റ് ഓഫ് ദി പ്രപ്പോസ്ഡ് RP, അതായത് പുതുതായിട്ട് വരുന്ന ആളുടെ പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ആളുടെ കൺസെൻറ്റ് വേണം. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഫോർവേഡ് സെയിം ടു ദ IBBA ആണ് ഇവിടെ അല്ലെ, അമ്പയർ ഡിസിഷൻ ഫയലായിരിക്കുന്ന പോലെ IBBA ലാസ്റ്റ് എന്ത് ചെയ്യുക? ഡിസിഷൻ എടുക്കുക. ഇഫ് എനി ഡിസിപ്ലിനറി പ്രൊസീഡിംഗ് ഈസ് പെൻഡിംഗ്, ദി എക്സിസ്റ്റിംഗ് RP കണ്ടിന്യൂസ് അൺടിൽ അനദർ RP ഈസ് അപ്പോയിൻറ്റഡ്. ഓക്കെ, മറ്റൊരു RP വരുന്നത് പോലെ ഓൾറെഡി ഉള്ള RP എന്ത് ചെയ്യും? ഈ പറയുന്നത് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് തിങ്, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കനോട്ട് ഡു ഫോളോയിങ് വിത്തൗട്ട് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് അപ്രൂവൽ. 66% ഓർ മോർ എന്ത് ചെയ്യണം?
റൈറ്റ്, ഈ പറയുന്നത് പോലെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി സംസാരിച്ച റേസ് ഇൻ്ററിം ഫിനാൻസ് ഇൻ എക്സസ് ഓഫ് എമൗണ്ട് ഡിസൈഡഡ്. കൂടുതലായിട്ട് ഇടക്കാല ഫണ്ട് എന്ത് ചെയ്യുക, റേസ് ചെയ്യുക, ഓൾറെഡി ഡിസൈഡ് ചെയ്തതിനേക്കാളും കൂടുതലായിട്ട്. ഇൻസ്ട്രക്ഷൻ ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് മോർ ദാൻ എമൗണ്ട് ഡിസൈഡ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അസറ്റ്സിൻ്റെ മുകളിൽ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ചിലപ്പോൾ ഇൻ്ററിം ഫിനാൻസ് ലോണൊക്കെ എടുക്കുന്ന സമയത്ത് അസറ്റ്സ് എന്ത് ചെയ്യേണ്ടി വരും, പ്ലഡ്ജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ശരിക്കും കമ്പനിയെ സംബന്ധിച്ച് അതൊരു മോശമുള്ളൊരു പരിപാടിയാണ്. സോ അതിന് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിൻ്റെ അപ്രൂവൽ വേണം. ഡിസ്പോസൽ ഓഫ് ഷെയർസ് ഓഫ് എനി ഷെയർ ഹോൾഡർ, ഏതെങ്കിലും ഷെയർ ഹോൾഡറിൻ്റെ ഷെയർ ഡിസ്പോസ് ചെയ്യാം. ഈ സിറ്റുവേഷൻസിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമൊക്കെ മുൻപ് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും. അതായത് എന്താണെന്ന് വെച്ചാൽ മുന്നേ നമ്മുടെ ഷെയറിന് മുകളിൽ കുറേ അൺപെയ്ഡ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ വല്ല സെർവൻറ്റിനൊക്കെ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ആ പറയുന്ന ഷെയറിൻ്റെ മുകളിലുള്ള പൈസ തരാനായിട്ടുള്ള എന്തില്ല, കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസ് എന്നൊക്കെ പറയുന്ന പ്രൊവിഷനൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഈ കാര്യങ്ങൾക്ക് 66% ഓർ മോർ നമ്മൾ എന്ത് വേണം, ഈ പറയുന്നത് പോലെ തന്നെ അപ്രൂവൽ വേണം. റെക്കോർഡ് എനി ചേഞ്ച് ഇൻ ദ ഓണർഷിപ്പ് ഇൻട്രസ്റ്റ്. ഓക്കെ, എന്താണ് റെക്കോർഡ് എനി ചേഞ്ച് ഇൻ ദ ഓണർഷിപ്പ് ഇൻട്രസ്റ്റ്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുക. ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ, അതായത് ടോട്ടലുള്ള കമ്പനിയുടെ ക്യാപിറ്റലിൽ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി ആ രീതിയിലുള്ള ആ ഒരു പ്രപ്പോർഷൻ ഇതർ ബൈബാക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക, അങ്ങനത്തെ സംഭവമൊക്കെ. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്തെങ്കിലും അണ്ടർടേക്ക് ചെയ്യുക. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ക്യാരി ആൻ ഇൻഹറൻറ്റ് റിസ്ക്, ഭയങ്കര റിസ്ക് ഉള്ള ഒരു ട്രാൻസാക്ഷനാണ്. സോ അത്തരം രീതിയിലുള്ള ട്രാൻസാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് മുൻപ് COCയുടെ അപ്രൂവൽ വേണം. ഡെലിഗേറ്റ് ഹിസ് അതോറിറ്റീസ്, RPയുടെ അതോറിറ്റീസ് ഡെലിഗേറ്റ് ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. അമെൻഡ് എനി കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെൻറ്റ്സ് ലൈക്ക് MOA, AOA. ചേഞ്ചസ് ഇൻ അപ്പോയിൻമെൻറ്റ് ഓർ ടേംസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സച്ച് പേഴ്സൺ ആസ് ബി സ്പെസിഫൈഡ്. ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ഇവരുടെ ടേംസിനകത്ത്, അതായത് എന്തെങ്കിലും രീതിയിലുള്ള സാലറി കൂട്ടി കൊടുക്കുക, കുറച്ച് കൊടുക്കുക, റെമ്യൂണറേഷൻ കുറയ്ക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. Changes in appointment or terms of contract of statutory or internal auditors. Make any changes in management of the corporate debtor. Okay. എന്തെങ്കിലും കോൺട്രാവെൻഷൻ നടത്തി കഴിഞ്ഞാൽ ആക്ഷൻ ഈസ് വാട്ട് COC മേ റിപ്പോർട്ട് ടു ദ ബോർഡ് ഓഫ് ഫോർ നെസസറി ആക്ഷൻ. അതായത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് സമ്മതം ഇല്ലാതെ ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് വാട്ട് വോയിഡ്. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ആർക്ക് റിപ്പോർട്ട് ചെയ്യും, ബോർഡിന് റിപ്പോർട്ട് ചെയ്യും ഫോർ നെസസറി ആക്ഷൻ എന്നുള്ള ഒരു പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലാരിറ്റി ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നു, ക്ലാരിറ്റി ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഫർമേഷൻ മെമ്മോറാണ്ടം RP ഇൻഫർമേഷൻ മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് എന്താ, ഈച്ച് മെമ്പർ ഓഫ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് വിത്തിൻ 2 weeks ഓഫ് ദ അപ്പോയിൻമെൻറ്റ് ബട്ട് നോട്ട് ലേറ്റർ ദാൻ 45 days ഫ്രം ദ ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റ്. ഓക്കെ, ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻ വേണം എന്നുള്ള കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. അതായത് കമ്പനീനെ കുറിച്ചുള്ളൊരു പിക്ചറാണ്. അസറ്റ് ആൻഡ് ലയബിലിറ്റി ആസ് ഓൺ ഈ പറയുന്നത് പോലെ തന്നെ ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റ് വിത്ത് സച്ച് ഡിസ്ക്രിപ്ഷൻ നെസസറി ഫോർ അസർട്ടൈനിങ് ദെയർ വാല്യൂസ്. അതായത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് വേണമെങ്കിൽ അത് കൊടുക്കുക. ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക. ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഡെറ്റർ ഫോർ ലാസ്റ്റ് 2 financial year ആൻഡ് പ്രൊവിഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, അതായത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മെയ്യിലാണ് എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് നടക്കുന്നതെന്ന് വിചാരിക്കുക. പ്രൊവിഷണലായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ വേണ്ടി സാധിക്കും. ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ലിസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ്, പെർട്ടിക്കുലേഴ്സ് ഓഫ് ഡെപ്റ്റ് ഡ്യൂ ഫ്രം കോർപ്പറേറ്റ് ഡെറ്റർ വിത്ത് റെസ്പെക്ട് ടു റിലേറ്റഡ് പാർട്ടീസ്. ഓക്കെ, ഗ്യാരണ്ടീസ് ഗിവൺ ബൈ അതർ പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് കോർപ്പറേറ്റ് ഡെപ്റ്റർ. ഓക്കെ, 1% അല്ലേ, അറ്റ്ലീസ്റ്റ് ഈ പറയുന്നത് പോലെ തന്നെ 1% ഹോൾഡ് ചെയ്യുന്ന, സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന മെമ്പർ ഓർ പാർട്ട്ണറിൻ്റെ പേര്. മെറ്റീരിയൽ ആയിട്ടുള്ള കേസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സംസാരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു പിക്ചർ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുകയാണ്. ക്രെഡിറ്റേഴ്സിന് അറിയണം കമ്പനി എത്രത്തോളം നമ്മുടെ പൈസ തിരിച്ച് കിട്ടാനായിട്ടുള്ള എന്തുണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഒബ്വിയസ്ലി എന്ത് അറിയേണ്ടതുണ്ട്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയേണ്ടതുണ്ട്. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് അസറ്റിൻ്റെ ലയബിലിറ്റിൻ്റെയും കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഡിറ്റഡ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഡെറ്റർ. ഓക്കെ, ഫോർ ലാസ്റ്റ് 2 financial year അത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, എത്രത്തോളം കടമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡെപ്റ്റ്, റിലേറ്റഡ് പാർട്ടീസ് എന്നുള്ള ഡെപ്റ്റ്, അത് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത കുറവാണ് അല്ലേ. ആൻഡ് ഓൾസോ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ, എംപ്ലോയീസ്, വർക്കേഴ്സ്, ഇവർക്ക് എത്ര പൈസ കൊടുക്കാണ്ട്, അതർ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇത്. പേഴ്സൺസ് നോട്ട് എലിജിബിൾ ഓക്കെ ടു എ റെസൊല്യൂഷൻ അപ്ലിക്കൻ്റ് എന്നുള്ള കാര്യം ഓൾറെഡി പഠിച്ച പോയിൻ്റാണ്. ഓക്കെ, സെറ്റാണ്, ക്ലാരിറ്റി ഉണ്ട് എന്നൊക്കെ എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് ഐ എം മൂവിങ് ഓൺ ടുവേർഡ്സ് ദ ലിക്വിഡേഷൻ്റെ കാര്യങ്ങളും കൂടെ എനിക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, സംസാരിക്കാനായിട്ടുണ്ട്. ലിക്വിഡേഷൻ്റെ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാനായിട്ടുണ്ട്, സംസാരിക്കാനായിട്ടുണ്ട്. പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ. ലിക്വിഡേഷൻ എന്ന് പറയുന്നത് CIRP നടക്കുന്നില്ല. CIRP നടക്കാത്ത സമയത്ത്
CRP നടക്കുക എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ഓൺലി. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ നടക്കും. നമ്മൾ ബാങ്കിലൊക്കെ പോയിട്ട് കുറച്ച് ലോണൊക്കെ വേവ് ഓഫ് ചെയ്യുമെന്നൊക്കെ ചോദിക്കും. നമ്മൾ നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ എന്താ പറയുക, ഗുഡ് വിൽ പോലെയുള്ള അക്യുമുലേറ്റഡ് ലോസസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ റൈറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, അക്യുമുലേറ്റഡ് ലോസസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, റൈറ്റ് ഓഫ് ചെയ്യും. എന്നിട്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്നത് പോലെ തന്നെ പറ്റുന്നില്ല, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചു വരാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ലിക്വിഡേറ്റ് ചെയ്യും എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലാരിറ്റി ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നു, ക്ലാരിറ്റി ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. സെറ്റാണെന്ന് എന്ത് ചെയ്യുന്നു, സെറ്റാണെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് കുറച്ചധികം പോയിന്റ്സ് ഇതിനകത്ത് നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം. നേരെ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ലിക്വിഡേഷൻ എസ്റ്റേറ്റിലോട്ട് പോകാം. ലിക്വിഡേഷൻ എസ്റ്റേറ്റ്, ഓക്കെ, സോറി ലിക്വിഡേഷൻ എസ്റ്റേറ്റ് അല്ല, നമുക്ക് ആ ഒരു ഓർഡർ എനിക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഓർഡർ എനിക്ക് ഈ പറയുന്നത് പോലെ തന്നെ പറയാനായിട്ടുണ്ട്. ആ ഓർഡർ പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത്, സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ്, ഏത് ഓർഡറിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു പോയിന്റ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സിൻ്റെ കാര്യമാണ് നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ്. ഇൻസോൾവൻസിൻ്റെ കേസിനകത്ത് ലിക്വിഡേഷൻ നടന്നു. ലിക്വിഡേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അസറ്റ്സ് ഒക്കെ വിറ്റും ലയബിലിറ്റീസ് ഒക്കെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ലയബിലിറ്റീസ് ഏത് ഓർഡറിൽ സെറ്റിൽ ചെയ്യുന്നുള്ളതാണ്. ഒന്ന് IRP, ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് ആൻഡ് ലിക്വിഡേഷൻ കോസ്റ്റ് ഇൻ ഫുൾ. ആദ്യം ഞാൻ പൈസ എടുക്കും, അല്ല എൻ്റെ ലിക്വിഡേഷൻ കോസ്റ്റിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ എടുക്കും. ഓക്കെ, വർക്ക്മെൻ ഡ്യൂസ് ഫോർ 24 months പ്രൊസീഡിങ് ലിക്വിഡേഷൻ കമൻസ്മെൻറ്റ് ഡേറ്റ് ആൻഡ് ഡെപ്റ്റ്സ് ഓഡ് ടു ദ ഈ പറയുന്നത് പോലത്തെ ഹൂ റിലിക്വിഡ് സെക്യൂർ ക്രെഡിറ്റേഴ്സ് ഹൂ റിലിക്വിഡ് ദെയർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇവിടെ എന്താ ഉദ്ദേശിക്കുന്ന കാര്യം. രണ്ട് ആൾക്കാരാണ്, വർക്ക്മാൻ ഉണ്ട് അല്ലേ, അതേപോലെ തന്നെ എംപ്ലോയി ഉണ്ട്. വർക്ക്മാൻ എന്ന് പറയുന്ന ആൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ മാനുവലായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എംപ്ലോയീസ് ലൈക്ക് ഓഫീസിലൊക്കെ അതാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻസിനകത്ത് വർക്ക്മാൻ ഡ്യൂസ് ഫോർ 24 months പ്രൊസീഡിങ് ദ ലിക്വിഡേഷൻ കമൻസ്മെൻറ്റ് ഡേറ്റ് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഡെപ്റ്റ്സ് ഓഡ് ടു ദ സെക്യൂർഡ് ക്രെഡിറ്റർ ഹൂ റിലിക്വിഷ്ഡ് എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കുക, ദെയർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. മനസ്സിലാക്കുക, ഞാനിപ്പോൾ ഒരു 4 ലക്ഷം രൂപ കമ്പനി എനിക്ക് തരാനായിട്ടുണ്ട്. ഞാനൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഡിബഞ്ചർ ഹോൾഡറാണ്. ഈ 4 ലക്ഷത്തിന് പകരമായിട്ട് എനിക്ക് ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഈ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ, സെക്യൂരിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അധികാരത്തിലുള്ള ബിൽഡിങ് കൂടെ ഞാൻ ലിക്വിഡേഷൻ എസ്റ്റേറ്റിലോട്ട് വിട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്താൽ മതി, എനിക്ക് നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ ലാസ്റ്റ് എനിക്ക് തന്നാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതാണ് ലാസ്റ്റ് എന്നല്ല, ഈ പറയുന്നത് പോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് ചെയ്യുന്ന സമയത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് രണ്ടാമത്തെ റാങ്കിൽ ആര് വന്നു, വർക്ക്മാൻ ഡ്യൂസ് ഫോർ 24 months പ്രൊസീഡിങ്സ് ലിക്വിഡേഷൻ കമൻസ്മെൻറ്റ് ഡേറ്റ് ആൻഡ് ഡെപ്റ്റ്സ് ഓഡ് ടു ദ ഈ പറയുന്നത് പോലെ തന്നെ ആരാണ്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹൂ റിലിക്വിഷ് ദെയർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. വേജസ് ആൻഡ് എനി അൺപെയ്ഡ് ഡ്യൂസ് ഓഡ് ടു എംപ്ലോയീസ് അതർ ദാൻ വർക്ക്മാൻ. ഓക്കെ, അവർക്ക് 12 months പ്രൊസീഡിങ് ലിക്വിഡേഷൻ കമൻസ്മെൻറ്റ് ഡേറ്റ് ആണ്. വേജസ് ആൻഡ് എനി അൺപെയ്ഡ് ഡ്യൂസ് അല്ലേ. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഡെപ്റ്റ്സ് ഓഡ് ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓൾറെഡി ഞാൻ ഈ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബിൽഡിംഗ് ഞാൻ ഓൾറെഡി ലിക്വിഡേഷൻ അസറ്റിലോട്ട് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഞാൻ ഈ ബിൽഡിംഗ് വിട്ടു കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് 4 ലക്ഷം കിട്ടുന്നതിന് പകരം 2 ലക്ഷം രൂപയാണ് ഈ ബിൽഡിംഗ് വിറ്റിട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ ബാക്കി 2 ലക്ഷം രൂപ എനിക്ക് ഈ ഒരു പോയിന്റിൽ കിട്ടും. ഫിനാൻഷ്യൽ ഡെറ്റ്സ് ഓഡ് ബൈ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 4 പോയിന്റ്സ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ്, എമൗണ്ട് ഡ്യൂ ടു സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ 2 years പ്രയർ ടു ലിക്വിഡേഷൻ കമൻസ്മെൻറ്റ് ഡേറ്റ് ആൻഡ് അൺപെയ്ഡ് ഡെപ്റ്റ് ഓഫ് ഈ പറയുന്ന സെക്യൂരിറ്റി ക്രെഡിറ്റർ ഹു റിയലൈസ് ദെയർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. ഓക്കെ, സോറി ഒരു തെറ്റ് പറ്റി. നമ്മൾ ഇവിടെ പറയുന്നത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, സെക്യൂർഡ് അല്ല, അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ട പൈസയാണ് ഇവിടെ കൊടുക്കുന്നത്. മറ്റോടത്താണ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ 4 ലക്ഷത്തിൻ്റെ ഡെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ബിൽഡിംഗ് വിറ്റപ്പോൾ 2 ലക്ഷം കിട്ടിയുള്ളൂ. ആ 2 ലക്ഷം ഇവിടെ കൊടുക്കും. ഇനി റിമൈനിങ് ഡെപ്റ്റ്സ് ആൻഡ് ഡ്യൂസ്, പിന്നെ അതിനുശേഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ഇത് പഠിക്കണം. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് IBC. ഓക്കെ, IBCയുടെ കേസിനകത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഡിസൊല്യൂഷൻസിൻ്റെ കാര്യമാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. സോ അപ്പോൾ ഞാൻ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻലി സ്പീക്കിംഗ് ഞാൻ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് CIRP പ്രോസസ്സ് ഈ പറയുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്യുക, 3 ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ, ഓപ്പറേഷണൽ ക്രെഡിറ്റർ ആൻഡ് കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്നുള്ള കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. NCLTക്ക് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. NCLT ഇത് ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും, എപ്പോഴാണ് ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നത്,
അപ്രൂവ് ചെയ്യുന്നത്, എപ്പോഴാണ് റിജക്ട് ചെയ്യുന്നതെന്നുള്ള പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കൊക്കെയാണ് റെസൊല്യൂഷൻ അപ്ലിക്കൻ്റ് ആവാൻ പറ്റാത്തതെന്നുള്ള കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കൊക്കെ RP ആവാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. RPയുടെ പവേഴ്സ് ഡ്യൂട്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ വി ഡിസ്കസ് റിഗാർഡിംഗ് ലിക്വിഡേഷൻ എസ്റ്റേറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് കൂടുതലായിട്ടും ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ മൈ ആക്ച്വലി എന്താ പറയുക, ഇൻറ്റൻഷൻ ഈസ് ഈ പറയുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ജംപ് സ്റ്റാർട്ട് പോലെ ബാക്കിയുള്ള പോയിന്റ്സും കൂടെ ദയവ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എക്സ്ട്രാ ഈ പറയുന്ന പോലെ ഈ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, അതായത് ഡിസൊല്യൂഷൻ കുഴപ്പമില്ല, പോട്ടെ, പ്രശ്നമില്ല. നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ തന്നെ എക്സ്ട്രോഷനേറ്റ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അത് ഒന്ന് ജസ്റ്റ് നോക്കണം. എന്താണ് എക്സ്ട്രോഷനേറ്റ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ള കാര്യം ഈ പറയുന്നത് പോലെ തന്നെ നോക്കണം. അതായത് അൺനെസസറി ആയിട്ട് എക്സോർബിൻ്റ് ആയിട്ട് അത്രയും കൂടുതലായിട്ടുള്ള ഈ പറയുന്നത് പോലെ തന്നെ പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നടത്തുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് അൺകോൺഷ്യനബിൾ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, മനസാക്ഷി നിരക്കാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങളാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് കമ്പനി എന്തായാലും ക്ലോസ് ഡൗൺ ചെയ്യുന്നുള്ള രീതിയിൽ അവർ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ അതെന്താണെന്നുള്ള ഒരു ഷോർട്ട് നോട്ട് ചിലപ്പോൾ ചോദിക്കാനായിട്ടുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ നോക്കുക. ഓക്കെ, ഫൈൻ. അത്രയൊക്കെ തന്നെ നമുക്ക് കൂടുതലായിട്ടും എന്ത് ചെയ്യാനായിട്ടുള്ളൂ, സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിൻ്റെ ഈ പറയുന്ന സമ്മതം വേണ്ട കാര്യങ്ങൾ എവിടെയാണെന്നുള്ള പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കുക. സോ നമ്മൾ 2 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് പ്രിവെൻഷൻ ഓഫ് ഒപ്രഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്. ഓക്കെ, പ്രിവെൻഷൻ ഓഫ് ഒപ്രഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോ ഉണ്ട്. ആൻഡ് ഓൾസോ ഐ ഡിസ്കസ് റിഗാർഡിംഗ് IBC കോഡ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോറി ടു സേ ദാറ്റ് എനിക്ക് നല്ല രീതിയിലുള്ള ത്രോട്ട് ഇൻഫെക്ഷൻ ഈ പറയുന്നത് പോലെ തന്നെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എത്രത്തോളം എനിക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ വിൽ മാനേജ് ടു ആക്ച്വലി കംപ്ലീറ്റ് ഇറ്റ് ബൈ ജൂൺ 5th ഉള്ളിൽ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നോക്കാം. ഓക്കെ, ജൂൺ 5th ഉള്ളിൽ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഒന്നുകൂടെ ഞാൻ ഏതൊക്കെ ടോപ്പിക്കാണ് പറയുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ദാറ്റ് ഈസ് ഐ വിൽ ബി ഡിസ്കസിങ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്. ദാറ്റ് ഈസ് ഓൾറെഡി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കേസാണ് എന്ത്, ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി IBC ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതല്ലാതെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ബോർഡ് മീറ്റിംഗ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓൾസോ ഈ പറയുന്ന കീ മാനേജറിയൽ പേഴ്സൺസിനെ സംബന്ധിച്ച് റെമ്യൂണറേഷൻ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഐ വിൽ ബി ഡിസ്കസിങ് MSME, ഐ വിൽ ബി ഡിസ്കസിങ് PMLA, ഐ വിൽ ബി ഡിസ്കസിങ് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട്. ഓക്കെ, കോമ്പറ്റീഷൻ ആക്ടിലത്തെ സെലക്ടഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഓൾസോ ഐ വിൽ ബി ഡിസ്കസിങ് SEBI LODR ഓൾസോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുന്നത്, ചിന്തിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ പ്ലീസ് ഡു കമൻറ്റ് ഓൺ ദിസ് വീഡിയോ. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ലിമിറ്റഡ് ടൈമിൽ മൊത്തം കവർ ചെയ്യുക എന്ന് പറയുന്നത് ലിറ്റിൽ ബിറ്റ് ഹെർക്കുലിയൻ ടാസ്ക് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പറയുന്നത് പോലെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ബിലീവ് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് രഞ്ജിത് ചെഹരി സൈനിങ് ഓഫ്.